Grace Community. ഒന്ന് എഴുന്നേറ്റ് മോനെ. എന്തായിരുന്നു മോൻ്റെ പേരെന്തായിരുന്നു? ഇങ്ങോട്ട് മുമ്പോട്ട് വരാമോ? പെട്ടെന്നൊന്ന് ഓടി വന്നാട്ട്. ഞാൻ താഴേക്ക് ഇറങ്ങുമ്പോൾ ആ ബ്രദർ എന്നോട് പറഞ്ഞു, കുറേ പേര് പറഞ്ഞു, എല്ലാവരെയും കൂടെ പറയാനായിട്ട് ഒക്കത്തില്ലെങ്കിലും ആ ബ്രദർ പറഞ്ഞു, എൻ്റെ ബ്രദറെ എനിക്കിതൊന്ന് സാക്ഷ്യപ്പെടുത്തിയേ പറ്റുള്ളൂ, കാരണം യേശു അത്ര വലുതാണ് എൻ്റെ ജീവിതത്തിൽ ചെയ്തത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. എന്താ കൂട്ടാ പേര്? സുസ്മിൻ എന്തായിരുന്നു പ്രശ്നം? എൻ്റെ റിബ്സിൽ ഭയങ്കര വേദനയായിരുന്നു. റിബ്സിന് അപ്പം അത് എനിക്ക് വീട്ടിലൊക്കെ പറയുമായിരുന്നു ഇങ്ങനെ വേദന ഉണ്ടെന്ന്. അപ്പം വീട്ടിലെല്ലാവരും പറയും അത് എല്ലാവർക്കും ഉള്ളത് കണക്കാണ്, അത്ര സീരിയസ് ആയിട്ടുള്ളതൊന്നും അല്ല എന്ന് വിചാരിച്ചു. അപ്പം ഞാനും അത് അത്ര സീരിയസ് ആക്കിയില്ലായിരുന്നു. എപ്പോഴും ഇങ്ങനെ വേദന കാണും. അപ്പം ഞാനും വിചാരിച്ചു ഇത് എല്ലാവർക്കും ഉള്ളതല്ലേ, അതുകൊണ്ട് ഞാനും അങ്ങനെ വിട്ടു. പക്ഷെ ഇന്നലെ ബ്രദർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അത് കംപ്ലീറ്റ് ആയിട്ട് വിട്ടുമാറി. ഇപ്പം എനിക്ക് കംപ്ലീറ്റ് ഒരു ഫ്രീ ആയി, ഞാൻ ഫുള്ളി ഫ്രീ ആയി. എത്ര വർഷമായിട്ട് സുസ്മിൻ ഇതുണ്ടായിരുന്നു? എനിക്ക് തോന്നുന്നു ഒരു 10-15 വർഷത്തോളമായി. 15 വർഷം ഈ റിബ്സിൻ്റെ വേദനയുമായിട്ട്. ഇതെല്ലാവർക്കും ഉള്ളതാണെന്നുള്ള ചിന്ത ഇരിക്കുകയായിരുന്നു. പക്ഷേ പ്രാർത്ഥിച്ചപ്പോൾ അത്ഭുതകരമായി സൗഖ്യമായി. ഇന്ന് ഞാൻ അങ്ങോട്ട് ഇറങ്ങിപ്പോയപ്പോൾ എൻ്റെ കയ്യൊക്കെ പിടിച്ചിട്ട് പറഞ്ഞു, ഇത് കേട്ടാലും കൊള്ളാം കേട്ടില്ലേലും കൊള്ളാം, എനിക്കിതൊന്ന് പറഞ്ഞേ പറ്റുള്ളൂ, യേശു എന്നെ സൗഖ്യമാക്കി. കരമടിച്ച് യേശുനാഥനത് മഹത്വം കൊടുത്തട്ടെ. നമ്മുടെ കർത്താവിൻ്റെ വലിയ അത്ഭുതങ്ങൾക്കായിട്ട് യേശുവിന് മഹത്വം കൊടുക്കുന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, ജനലക്ഷങ്ങളാണ് കൃപയുടെ സമൂഹം പുറത്തിറക്കിയിരിക്കുന്ന ഈ പ്രഖ്യാപന പുസ്തകത്തിലെ പ്രഖ്യാപനത്തിലൂടെ വിടുതലും അത്ഭുതവും പ്രാപിക്കുന്നത്. നിങ്ങളുടെ എത്ര കയ്യിൽ ആ പ്രഖ്യാപന പുസ്തകം, എത്ര പേരുടെ കയ്യിൽ ആ പ്രഖ്യാപന പുസ്തകം ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആ പ്രഖ്യാപന പുസ്തകത്തിലൂടെ സൗഖ്യമാകുന്ന, വിടുതൽ പ്രാപിക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാരുടെ സാക്ഷ്യങ്ങൾ നമ്മൾ ഈ ദിവസങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ലോകമെമ്പാടും എൻ്റെ ഓർമ്മയിൽ തന്നെ ഒരുപാട് ഭാഷകളിലേക്ക് ഈ പ്രഖ്യാപനം, ഇത് നമ്മളുടെ സോങ് ബുക്കിൻ്റെ പുറകിലുള്ള ഒരു പ്രഖ്യാപനമാണ്. ഇതിൻ്റെ ഈ ലെഫ്റ്റ് സൈഡിൽ എഴുതിയിരിക്കുന്ന മലയാളത്തിലാണ്, എന്നാൽ അതിൻ്റെ ഇംഗ്ലീഷ് വേർഷൻ റൈറ്റ് സൈഡിലുണ്ട്. എൻ്റെ പ്രിയമുള്ളവരെ, ജനലക്ഷങ്ങളാണ് ലോകമെമ്പാടും 5 വൻകരകളിലായി ഈ പ്രഖ്യാപനത്തിലൂടെ കഴിഞ്ഞ ഒരു 1.5-2 വർഷത്തിനകത്ത് വിടുതലിലേക്കും അത്ഭുതങ്ങളിലേക്കും നടന്നത്. അനേകരുടെ കടഭാരങ്ങൾ, അനേകരുടെ രോഗങ്ങൾ, സുസ്മിനെ താങ്ക് യു, അനേകരുടെ ശാപങ്ങൾ പൊട്ടിമാറി സ്വാതന്ത്ര്യപ്പെടുന്നത് കാണാനും കേൾക്കാനുമായിട്ട് ഇടയായി. അത്രയ്ക്ക് ഫലവത്തായ യേശുക്രിസ്തുവിൽ നിങ്ങൾ ആരാണെന്നുള്ള തിരിച്ചറിവിലേക്ക് നിങ്ങളെ നടത്തുന്ന ഈ ജയത്തിൻ്റെ പ്രഖ്യാപനം നമ്മൾ ഒരുമിച്ച് ഇപ്പം നടത്തുവാനായിട്ട് പോവുകയാണ്. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, ഇതിനകത്ത് ഓരോന്നും ഞാൻ ഇതൊന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഇതൊന്ന് വായിച്ച് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ഒന്ന് വരാം. കാരണം തുടർമാനമായിട്ട് അത് പ്രഖ്യാപിക്കുന്നത് വലിയ ബിസിനസ്സുകാർ ആയിരക്കണക്കിന് 100 കണക്കിന് കോപ്പീസ് മേടിച്ചുകൊണ്ട് പോയി അവരുടെ ബിസിനസ് വീടുകളിലെല്ലാം കൊണ്ട് ഇത് പ്രഖ്യാപിക്കുന്ന ശൈലി ഈ ദിവസങ്ങളിൽ ഞങ്ങൾ കണ്ടുവരുന്നു. നിങ്ങൾക്ക് ഇതിനകത്തുള്ള വിടുതലുകൾ കിട്ടാതിരിക്കരുത്, അതിനുവേണ്ടി ഞാൻ വേഗത്തിൽ അതൊന്ന് അതിൻ്റെ പ്രഖ്യാപനങ്ങൾ പറയും. ഇതിൽ ആദ്യത്തെ പ്രഖ്യാപനം ഒരു വലിയ സ്വസ്ഥതയിലേക്ക് ജീവിതം മുഴുവൻ നിങ്ങളെ പ്രവേശിപ്പിക്കുന്ന പ്രഖ്യാപനമാണ്. ഇത് മാത്രമാണ്, യേശു എനിക്ക് വേണ്ടി സകലവും കാൽവരി ക്രൂശിൽ ചെയ്ത് കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നോട് ചേർന്നെന്ന് പറഞ്ഞാൽ, യേശു എനിക്ക് വേണ്ടി സകലവും. എൻ്റെ പ്രിയമുള്ളവരെ, ഇത് പറയുമ്പോൾ നിങ്ങൾ പറയുകയാണ്, ഞാൻ ഇന്ന് നേരിടുന്ന സകല വിഷയത്തിനും വേണ്ടിയുള്ള പരിഹാരം ക്രൂശിൽ യേശു ചെയ്ത് കഴിഞ്ഞു. ലോകം അംഗീകരിച്ചിട്ടില്ലാത്ത, എന്നാൽ അത്ര കണ്ട് സത്യമായ ഒരു വലിയ യാഥാർത്ഥ്യമാണ്, യേശു എനിക്ക് വേണ്ടി സകലവും ക്രൂശിൽ ചെയ്ത് കഴിഞ്ഞു എന്നുള്ളത്. എന്നോട് ചേർന്നൊന്ന് പറയാമോ? യേശു എനിക്ക് വേണ്ടി. 3.5 കൊല്ലത്തിനിടയിൽ യേശു പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട വാക്കായിട്ട് ഈ ദിവസങ്ങളിൽ കർത്താവ് നമുക്ക് വെളിപ്പെടുത്തിയ പദമാണിത്, സകലവും നിവൃത്തിയായി. ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. സകലവും നിവൃത്തിയായി. ഒന്ന് പറഞ്ഞേ, സകലവും നിവൃത്തിയായി. മാനവജാതിയുടെ രക്ഷയ്ക്കും വിടുതലിനും വേണ്ടിയുള്ളതെല്ലാം യേശു ക്രൂശിൽ ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ടാണ് we believe in the finished work of Jesus. ഞങ്ങൾ യേശുവിൻ്റെ പൂർത്തീകരണ പ്രവൃത്തിയിൽ വിശ്വസിക്കുന്നു. അടുത്തത്, യേശുവിനെ ഉള്ളത്തിൽ സ്വീകരിച്ചപ്പോൾ നിങ്ങൾക്ക് സംഭവിച്ച മാറ്റമാണ്. യേശുവിനെ ഉള്ളത്തിൽ സ്വീകരിച്ച ഞാൻ ദൈവത്തിൻ്റെ പൈതലായി തീർന്നിരിക്കുന്നു. യേശുവിലുള്ള വിശ്വാസത്താൽ ഞാൻ നീതിമാനും പരിപൂർണനുമായിരിക്കുന്നു. എപ്പോഴും നിങ്ങൾ യേശുക്രിസ്തുവിൽ ആരാണ് എന്ന ബോധത്തിൽ നിന്നാണ് നിങ്ങളെ വെട്ടി വീഴ്ത്തുവാൻ സാത്താൻ ഇഷ്ടപ്പെടുന്നത്. പക്ഷേ യേശു എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? നിങ്ങൾ യേശുവിൽ ആരാണെന്നുള്ള ബോധം കൊണ്ട് നിങ്ങളുടെ ഉള്ളം നിറയ്ക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു. നിങ്ങൾ ഏഴയാണ്, നിങ്ങൾ പുഴുവാണ്, നിങ്ങൾ കൃമിയാണ്, നിങ്ങൾ ഒന്നുമില്ല എന്ന് പറയുന്നത്രയും കാലം നിങ്ങൾ സാത്താൻ ഒരു ഭീഷണിയേ അല്ല. എന്നാൽ അധരം തുറന്ന് വചനം സത്യമായി പറയുന്നു. റോമാലേഖനം 3-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം പറയുന്നു, ഇപ്പോഴോ അവൻ്റെ കൃപയാൽ
പറഞ്ഞാൽ യേശുക്രിസ്തുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി നിങ്ങൾ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. കൊളോസ്യർ 2:10 വചനം പറയുന്നു, എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ ക്രിസ്തുവിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. അതാണ് ആ പ്രഖ്യാപനം. യേശുവിലുള്ള വിശ്വാസത്താൽ ഞാൻ നീതിമാനും പരിപൂർണനുമായി തീർന്നിരിക്കുന്നു. ഉറക്കെ പറഞ്ഞു, യേശുവിലുള്ള വിശ്വാസത്താൽ ഞാൻ നീതിമാനും I'm righteous and I'm complete in Christ Jesus. യേശു ക്രിസ്തുവിൽ ഞാൻ നീതിമാനും പരിപൂർണനുമായിരിക്കുന്നു. അടുത്തത്, എപ്പോഴും നിങ്ങളുടെ വിശുദ്ധി എന്താണ് എന്ന ഒരു സംശയമാണ് സാത്താൻ ഉള്ളിൽ ഇടുവാൻ സാധ്യതയുള്ളത്. നിന്റെ കണ്ണ് നോക്ക്, നിന്റെ മൂക്ക് നോക്ക്, നിന്റെ ചെവി നോക്ക്, നിന്റെ കൈ ശരിയല്ല, നിന്റെ കണ്ണ് ശരിയല്ല, കണ്ണിൻ്റെ താഴത്തെ പീലി ശരിയല്ല. ഇതെല്ലാം പറഞ്ഞുകൊണ്ട് ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരുങ്ങുമ്പം, ഒരു ഭൂതത്തെ പുറത്താക്കാൻ ഒരുങ്ങുമ്പോൾ എല്ലാം ഗിൽറ്റി കോൺഷ്യസിൽ, ദുർമനസാക്ഷിയിൽ വ്യക്തികളെ ബന്ധിച്ചിടുന്ന അനുഭവങ്ങൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിനെതിരെയുള്ള ശക്തിമത്തായ പ്രഖ്യാപനമാണ്, യേശുവിൽ നിങ്ങൾ ആരാണെന്നുള്ള ബോധ്യത്തിലുള്ള പ്രഖ്യാപനമാണ്. അടുത്തത്, ഞാൻ വിശുദ്ധനായതല്ല, യേശു എന്നെ വിശുദ്ധനാക്കിയതാണ്. എന്നോട് ചേർന്നെന്ന് പറഞ്ഞു, ഞാൻ വിശുദ്ധനായതല്ല, യേശു എന്നെ വിശുദ്ധനാക്കിയതാണ്. എൻ്റെ വിശുദ്ധി എൻ്റെ ശ്രമത്താൽ ഞാൻ ഉണ്ടാക്കിയെടുത്തതല്ല. അതുകൊണ്ട് ഞാൻ ശ്രമിക്കാതിരിക്കുമ്പോൾ ഇത് ഇറങ്ങിപ്പോകത്തില്ല. ഹല്ലേലൂയ. അതാണ് അടുത്ത പ്രഖ്യാപനം. എൻ്റെ വിശുദ്ധി എൻ്റെ ശ്രമമല്ല, സത്യത്തിൻ്റെ ഫലമാണ്. അടുത്തത്, ജനലക്ഷങ്ങൾ രോഗസൗഖ്യത്തിലേക്ക് നടന്ന ഒരു പ്രഖ്യാപനമാണ് അടുത്തത്. ഈ കഴിഞ്ഞ ആഴ്ചയിൽ കേട്ട ഒരു സാക്ഷ്യം പറയാം. രക്തത്തിലുള്ള രോഗം. എൻ്റെ ബ്രദറെ, ഓരോ പ്രാവശ്യവും ടെസ്റ്റ് ചെയ്യുമ്പോഴും ഇത് ചിരിച്ചു കാണിക്കുക. ഈ രക്തത്തിലുള്ള രോഗം വിളിച്ചു പറയാനായിട്ടിടയായി. എൻ്റെ രോഗം യേശുവിൻ്റെ ശരീരത്തിൽ യേശു വഹിച്ചതിനാൽ ഞാൻ രോഗിയാവുകയില്ല. എന്നോട് ചേർന്നൊന്ന് പറഞ്ഞു, എനിക്ക് രോഗസൗഖ്യം ഉണ്ടെന്നല്ല പറയണ്ടേ, എൻ്റെ രോഗം. പറഞ്ഞാട്ടെ, എൻ്റെ രോഗം. എത്ര പേര് പത്രോസിന്റെ ലേഖനത്തിലെ ആ വാക്യം വിശ്വസിക്കുന്നു? സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു, അവന്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഹല്ലേലൂയ. അത് വിശ്വസിക്കുന്ന ഒരു കാര്യം അടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്ത്. ഹല്ലേലൂയ. ഇതാണ് ഈ പ്രഖ്യാപനത്തിലൂടെ നിങ്ങൾ വിളിച്ചു പറയുന്നത്. ഇത് മാത്രമാണ്, എൻ്റെ രോഗം യേശുവിൻ്റെ ശരീരത്തിൽ യേശു വഹിച്ചതിനാൽ ഞാൻ രോഗിയാവുകയില്ല. ചേർന്ന് പറയാമോ? എൻ്റെ രോഗം യേശുവിൻ്റെ ശരീരത്തിൽ യേശു വഹിച്ചതിനാൽ ഞാൻ രോഗിയാവുകയില്ല. രോഗിയാവുകയില്ലെങ്കിൽ ഇനിയുള്ള ജീവിതം എങ്ങനെയാണ്? അതാണ് അടുത്ത വാക്ക്. യേശുവിനെ ഉയർപ്പിച്ച ശക്തി എന്നിൽ വസിക്കുന്നതിനാൽ എന്നിൽ ജീവന്റെ സമൃദ്ധിയും ദിവ്യ ആരോഗ്യവുമുണ്ട്. ചേർന്ന് പറയാമോ? ഇത് ഏത് വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്? റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു, യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മോർട്ടൽ ബോഡിയെ, നിങ്ങളുടെ മർത്യ ശരീരത്തെ ജീവിപ്പിക്കും. ഡെയിലി ഉള്ള ജീവിപ്പിക്കുന്ന കാര്യമാണ് വായിക്കുന്നത്. അതാ ഈ വാക്യത്തിൽ പറയുന്നത്, യേശുവിനെ ഉയർപ്പിച്ച ശക്തി എന്നിൽ വസിക്കുന്നതിനാൽ എന്നിൽ ജീവന്റെ സമൃദ്ധിയും ദിവ്യ ആരോഗ്യവുമുണ്ട്. അടുത്തത് ഇതാണ്, സാമ്പത്തിക ബുദ്ധിമുട്ടിലായിരിക്കുന്നവർ വിളിച്ചു പറയേണ്ടിയ പ്രഖ്യാപനമാണ്. ദാരിദ്ര്യത്തിന്റെ ശാപം യേശു ചുമന്നതിനാൽ യേശുവിൽ ഞാൻ സമ്പന്നനാകുന്നു. അവിടുന്ന് ദരിദ്രനായി തീർന്ന കൃപ നാം സമ്പന്നനാകുവാനാണ്. ഹല്ലേലൂയ. ദാരിദ്ര്യം ശാപമാണ്, അനുഗ്രഹം ദൈവത്തിൽ നിന്നുള്ളതാണ്. സ്വർഗത്തിലെ സകല അനുഗ്രഹത്താലും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. മതി എന്ന് പറയുവോളം നിങ്ങൾ വലുതാകണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. കരമടിച്ച് യേശുവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. അതാണ് എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ അടുത്തതായി നാം പ്രഖ്യാപിക്കുന്നത്, യേശുവിനാൽ സ്വർഗത്തിലെ സകല അനുഗ്രഹങ്ങളുടെയും അവകാശിയായി ഞാൻ തീർന്നിരിക്കുന്നു. പറയാൻ തൻ്റെ ഇടമുണ്ടോ? യേശുവിനാൽ സ്വർഗത്തിലെ സകല അനുഗ്രഹങ്ങളുടെയും അവകാശിയായി ഞാൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. കൊളോസ്യർ 2:10 പ്രകാരം സൽപ്രവർത്തിക്കായി നാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അടുത്ത പദം ഇതാണ്, ഭൂമിയുടെ അറ്റത്തോളം. മത്തായി 28:18-20 വാക്യത്തിൽ യേശു അടുത്തിയെന്ന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകെ നിങ്ങൾ പുറപ്പെട്ട്, ഇംഗ്ലീഷ് ബൈബിളിൽ, go into the uttermost part of the world and preach the goodness of the gospel to the entire creation. സകല ജാതികളോടും സുവിശേഷം പ്രസംഗിപ്പീൻ. ആ അധികാരമാണ് നിങ്ങൾ അടുത്തത് വിളിച്ചു പറയുന്നത്. സൽപ്രവർത്തിക്കാൻ ഞാൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഭൂമിയുടെ അറ്റത്തോളം സുവിശേഷം അറിയിപ്പാൻ യേശു എന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. അടുത്ത പ്രഖ്യാപനം ലൂക്കോസ് 10:19 യേശുവിൽ വിശ്വസിക്കുന്ന ഓരോ മക്കൾക്കും തന്നിരിക്കുന്ന അധികാരമാണ്. ശുശ്രൂഷിക്കുന്ന ശുശ്രൂഷകർക്ക് മാത്രമല്ല, വചനം അറിയാവുന്ന സെമിനാറുകളിൽ പോയി പഠിച്ചവർക്ക് മാത്രമല്ല, യേശുവിനെ വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശു തന്ന അധികാരമാണ് അടുത്ത പ്രഖ്യാപനം. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാനും, ഭൂതങ്ങളെ പുറത്താക്കാനും, രോഗികളെ സൗഖ്യമാക്കാനും, മരിച്ചവരെ ഉയർപ്പിപ്പാനും, ഇങ്ങനെ അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കും വിവിധ
വീര്യപ്രവൃത്തികൾക്കുമായി യേശു എന്നെ അധികാരപ്പെടുത്തിയിരിക്കുന്നു. എന്നിട്ട് ഇതിനൊക്കെ ഞാൻ പുറത്താക്കിയ ഇതുവല്ലോ എന്നെ ബലിക്കുവോ? അതാ അടുത്ത വാക്ക്. ഇല്ല, ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തുകയില്ല. എല്ലായിടത്തും എല്ലായ്പ്പോഴും യേശു ക്രിസ്തുവിൽ ഞാൻ പൂർണ്ണ ജയാളിയായിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഇന്ന് കൊല്ലത്ത് വെച്ച് ഇത് സംസാരിക്കുമ്പോൾ നിങ്ങളോടായിട്ട് ആവശ്യപ്പെടുകയാണ്. പൊട്ടിത്തകർന്ന ബിസിനസ്സുമായിട്ട് ഇന്ന് ഇവിടെ വന്നിരിക്കുന്നവരുണ്ടോ? ഞാൻ ചലഞ്ച് ചെയ്ത് പറയാം, 5 ദിവസം നിങ്ങളുടെ വീട്ടിൽ പോയി ഈ പ്രഖ്യാപനം ഒന്ന് തൻ്റെ ഇടത്തോടെ വിളിച്ചു പറയാൻ ധൈര്യമുണ്ടോ? ഹല്ലേലൂയ. നിങ്ങളുടെ ദാരിദ്ര്യം കെട്ടുകെട്ടിയിരിക്കും. ഈ ഒരു വർഷത്തിനിടയ്ക്ക് എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ സാക്ഷ്യമാണ് ഞങ്ങൾ ടെലിവിഷനിലൂടെയും ഇൻ്റർനെറ്റിലൂടെയും യൂട്യൂബിലൂടെയും ഒക്കെ ആയിട്ട് കേട്ട് കഴിഞ്ഞത്. എൻ്റെ പ്രിയമുള്ളവരെ, ഇത് അത്ഭുതം ചെയ്യുമെന്നുള്ളത് ഈ പേപ്പറിൻ്റെ ശക്തിയാലല്ല. ഈ പേപ്പറിന് ഒരു അത്ഭുതവും ചെയ്യാൻ കഴിയുകയില്ല. പക്ഷേ ഇത് വചനത്തിൻ്റെ അവിടെ ഇവിടങ്ങളിൽ നിന്ന് അടർത്തി എടുത്ത് നിങ്ങൾക്ക് വേണ്ടി എഴുതപ്പെട്ടതാണ്. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, ഇത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റും. 6 മാസത്തെ അന്വേഷണങ്ങൾ കണ്ടെത്തിയത് 4,500 രൂപകൾ ആശുപത്രിയിൽ എല്ലാ മാസവും ചെലവഴിക്കുന്ന വീടുകളിൽ പ്രഖ്യാപനം നടത്തി കുടുംബങ്ങളിൽ നിന്നൊരു വിക്സിന് പോലും പൈസ മാറ്റി വെക്കേണ്ട ഗതികേട് വന്നിട്ടില്ല. ഹല്ലേലൂയ. പഠിക്കാൻ മണ്ടന്മാരായിരുന്ന പിള്ളേര്, ഹല്ലേലൂയ, ചില സാക്ഷ്യങ്ങൾ നിങ്ങളോട് പറയുന്നില്ല ചെയ്യില്ല. ഇവളെ വിളിച്ചോണ്ട് പോ, ഇവനെ വിളിച്ചോണ്ട് പോ എന്ന് പറഞ്ഞ കുഞ്ഞുങ്ങള് ഈ പ്രഖ്യാപനം നടത്തി എക്സാം എഴുതി ഉന്നത വിജയം, റാങ്കോട് കൂടി പാസ്സായ വിജയങ്ങൾ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. എറണാകുളത്തെ ലീ മെറിഡിയൻ ഹോട്ടലിൻ്റെ മുമ്പിലോട്ട് നിങ്ങൾ വരുമ്പം ഒരു ബിൽഡിംഗ് അനാഥമായിട്ട് വർഷങ്ങളായിട്ട് കിടപ്പുണ്ട്. ചെരിഞ്ഞ ബിൽഡിംഗ് എന്നാണ് അത് അറിയപ്പെടുന്നത്. നിങ്ങൾ എത്ര പേരത് കണ്ടിട്ടുണ്ട്? എറണാകുളത്ത് ലീ മെറിഡിയൻ ഹോട്ടൽ കഴിഞ്ഞ് മുമ്പോട്ട് വരുമ്പം ചെരിഞ്ഞ ബിൽഡിംഗ് എന്ന് പറയുന്ന ഒരു ബിൽഡിംഗ് ഉണ്ട്. അതിൻ്റെ ഓണർ അതിനകത്ത് ആത്മഹത്യ ചെയ്തു എന്നൊരു കഥയാണ് എല്ലാവരും പടർത്തിക്കൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ അതിൻ്റെ ഓണർ ആത്മഹത്യ ചെയ്തിട്ടില്ല. ആ ഓണറിനെ ഞങ്ങൾ കണ്ടെത്തി. നിങ്ങൾ കേൾക്കണേ ആ വാക്ക്. ഈ മനുഷ്യന് പുറത്തിറങ്ങാൻ കഴിയുകയില്ല. 10 കോടി രൂപ കടമാണ്. നിങ്ങൾ ഈ സാക്ഷ്യം കേൾക്കണമേ. 10 കോടി രൂപ കടമാണ്. 10 കോടി രൂപ കടമുള്ള ഈ മനുഷ്യൻ എന്ത് ചെയ്യുന്നറിയാമോ? യാദർശികമായി രാവിലെയുള്ള ടെലിവിഷനിലെ 6 മണിക്കുള്ള TV യിലെ ശുശ്രൂഷകൾ കാണാനിടയായി ഒളിച്ചും പാത്തും ശനിയാഴ്ച പാലാരിവട്ടത്ത് നടക്കുന്ന മീറ്റിങ്ങിന് കടന്നു വന്നു. ഇങ്ങനെ എന്നോട് പറഞ്ഞു, ബ്രദറെ, ഞാൻ ധ്യാനങ്ങൾ പലത് കൂടിയിട്ടുണ്ട്, എല്ലായിടത്തും ചെല്ലും എനിക്ക് വിടുതൽ കിട്ടും, നാളെ വരും, നാളെ കഴിഞ്ഞ് വരും എന്നൊക്കെ പറഞ്ഞ് എന്നെ പലരും ആശ്വസിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ 10 കോടി രൂപയുടെ കടമ. ആഴ്ചയിൽ ഓരോ സിം കാർഡ് വീതം ഞാൻ മാറ്റിക്കൊണ്ടിരിക്കുക. ഒരു നിവൃത്തിയില്ല ജീവിക്കാൻ. എന്നാ ചെയ്യണം? ഞാൻ ഇങ്ങനെ പറയുവാനായിട്ട് ആവശ്യപ്പെട്ടു. ദാരിദ്ര്യത്തിന്റെ ശാപം യേശു ക്രൂശിൽ ചുമന്നതിനാൽ യേശുവിൽ ഞാൻ സമ്പന്നനായി. നിങ്ങൾക്ക് കേൾക്കണോ? 10 കോടി രൂപ വർഷങ്ങൾക്ക് മുമ്പ് മോഷ്ടിച്ചുകൊണ്ട് പോയവൻ, അപഹരിച്ചുകൊണ്ട് പോയവൻ തിരികെ കൊണ്ടുവന്ന് 10 കോടി രൂപ തിരിച്ചു കൊടുത്തു. കരമടിച്ച് യേശുവിന് മഹത്വം കൊടുത്തേ. എത്രയോ ലക്ഷക്കണക്കിന് സാക്ഷ്യങ്ങൾ. ഞങ്ങൾ ഈ ദിവസങ്ങളിൽ ലോകത്തിൻ്റെ 5 വൻകരകളിൽ യാത്രയിലായിരുന്നു. അമേരിക്കൻ ഐക്യനാടുകൾ, യൂറോപ്യൻ നാടുകൾ, ഗൾഫ് രാജ്യങ്ങൾ, അറബ് രാജ്യങ്ങൾ, ഏഷ്യൻ ഭൂഖണ്ഡത്തിലുള്ള രാജ്യങ്ങൾ. ഈ രാജ്യങ്ങളെല്ലാം ഞങ്ങൾ ചെല്ലും മുമ്പേ ഇതിൻ്റെ ട്രാൻസ്ലേഷനുകൾ ഓരോരോ ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട് അവിടെ പ്രഖ്യാപിക്കുന്നു. അവർ അത്ഭുതങ്ങളിലേക്ക് നടക്കുന്നത് ഞാൻ കണ്ടു. എന്താണെന്നറിയാം, ഇതിനൊരു അമിത പ്രാധാന്യം കൊടുത്ത് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്, ഓരോ തവണയും സാത്താൻ ആഗ്രഹിക്കുന്നത് യേശുവിൽ നിങ്ങൾ ആരാണെന്നുള്ള അറിവ് നിന്ന് നിങ്ങളെ വലിച്ചിറക്കാനാ. പക്ഷെ യേശു ആഗ്രഹിക്കുന്നത് കർത്താവിൽ നിങ്ങൾ ആരാണെന്നുള്ള അറിവിൽ നിൽക്കുമ്പോൾ അവനെ താഴടിയാക്കി അവന്റെ മേൽ സമ്പൂർണ്ണ ജയം യേശു ക്രൂശിൽ കൊണ്ടാടിയത് നിങ്ങളുടേതാക്കണമെന്നാണ്. കരമടിച്ചോ യേശുനാഥന് മഹത്വം കൊടുത്തേ. ഹല്ലേലൂയ. ഇന്ന് ഈ അത്ഭുതത്തിന്റെ പ്രഖ്യാപനം, ഈ അത്ഭുത പ്രാർത്ഥന നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനായി പോവുകയാണ്. എത്ര പേർക്ക് സന്തോഷമുണ്ട് എൻ്റെ കൂടെ പ്രാർത്ഥിക്കുവാനായിട്ട്? ഒരു കാര്യം ഞാൻ തുറന്നു പറയാം, വ്യത്യസ്ത വിഷയങ്ങൾ ഇന്ന് പരിഹരിക്കപ്പെടും. ഞങ്ങളുടെ 5 വയസ്സുള്ള മോള്, എനിക്ക് 5 വയസ്സുള്ള മോളുണ്ട്. എൻ്റെ കുഞ്ഞ് രാവിലെ എഴുന്നേൽക്കുമ്പോഴും രാത്രി ഉറങ്ങുമ്പോഴും ഈ പ്രഖ്യാപനം പറഞ്ഞിട്ടേ അവൾ കട്ടിൽ നിന്ന് എഴുന്നേൽക്കാറുള്ളൂ. ഞാനിത് കുഞ്ഞിനെ കാണാതെ പഠിപ്പിച്ചിരിക്കുക, വേറെ ഒന്നുമല്ല. ഇത് പഠിപ്പിച്ച് പിന്നെ എനിക്കറിയാം ഞങ്ങളുടെ വീട്ടിൽ കുഞ്ഞിൻ്റെ പേരിൽ ഒരു അസുഖം വന്നിട്ടില്ല, കുഞ്ഞിനൊരു മരുന്ന് മേടിച്ചിട്ടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര വീടുകളിലെ അത്ഭുത സാക്ഷ്യങ്ങളാണ് കേൾക്കുന്നത്. നാം ഒരുമിച്ച് എഴുന്നേറ്റ് നിന്ന് ഈ സമയത്ത് ഈ പ്രഖ്യാപനം നടത്തുവാനായി പോവുകയാണ്. താങ്ക് യു സാർ ആദ്യം എഴുന്നേറ്റ്. താങ്ക് യു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ടെലിവിഷനിലൂടെ ഇന്ന് ഞങ്ങളെ കാണുന്നവരെ, നിങ്ങൾ ഞങ്ങളോട് ഒരുമിച്ച് ഈ പ്രഖ്യാപനം ഈ സമയത്ത് മുഴക്കുവാനായിട്ട് ഓർപ്പിക്കുന്നു. ഓരോ ദിവസവും നിങ്ങളുടെ വീടുകളിൽ ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം, ഈ പ്രഖ്യാപനത്തിന് ശേഷം രാവിലെയും വൈകിട്ടുമായിട്ട് പ്രഖ്യാപനം നടത്തുവാൻ
കർത്താവിൻ്റെ നാമത്തിൽ ഓർപ്പിക്കുന്നു. കാരണം അത്രമേൽ ഒരു വിടുതൽ ഇതിനകത്തൂടെ ഉണ്ട്. യേശുവിൽ നിങ്ങൾ ആരാണെന്ന് അറിയുമ്പോഴുള്ള വിടുതൽ ഇതിനകത്തൂടെ ഉണ്ട്. ഇതില്ല എങ്കിൽ ഇതുപോലെ ഞാൻ നിർബന്ധിക്കുകയില്ല. വേഗത്തിൽ എന്നോട് ചേർന്ന് അത് നോക്കി വായിച്ചാട്ടെ. വാക്യപ്രതി വാക്കുകളായിട്ട് എന്നോട് ചേർന്ന് പറഞ്ഞാട്ടെ. യേശു എനിക്ക് വേണ്ടി സകലവും കാൽവരി ക്രൂശിൽ ചെയ്തു കഴിഞ്ഞുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശുവിനെ ഉള്ളത്തിൽ സ്വീകരിച്ച ഞാൻ ദൈവ പൈതലായി തീർന്നിരിക്കുന്നു. യേശുവുള്ള വിശ്വാസത്താൽ ഞാൻ നീതിമാനും പരിപൂർണനുമായി തീർന്നിരിക്കുന്നു. ഞാൻ വിശുദ്ധനായതല്ല, യേശു എന്നെ വിശുദ്ധനാക്കിയതാണ്. ഇതിനകത്ത് രോഗികളായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ രോഗഭാഗത്ത് കരം വെച്ചാട്ടെ. ഇപ്പോൾ തന്നെ കൈവച്ചാട്ടെ. ഇപ്പോൾ ഈ പ്രഖ്യാപനം പ്രഖ്യാപിക്കുമ്പോൾ തന്നെ നിങ്ങൾ സൗഖ്യമാകും. ഞങ്ങളത് കണ്ടിട്ടുണ്ട്. ഏത് രോഗമായിക്കോട്ടെ, എന്ത് രോഗമായിക്കോട്ടെ, എത്ര പഴകിയ രോഗമായാലും നിങ്ങൾ ആ രോഗഭാഗത്തേക്ക് കരം വെച്ചാട്ടെ. ഇത് നിങ്ങൾ തൻ്റെ ഇടത്തോടെ ധൈര്യത്തോടെ നിങ്ങളിത് പ്രഖ്യാപിക്കുമ്പോൾ തന്നെ നിങ്ങൾ സൗഖ്യമാകും. മുഴകൾ അപ്രത്യക്ഷമാകും, ക്യാൻസറുകൾ കരിയും, വലിയ സൗഖ്യങ്ങൾ ഇതിനകത്ത് ഇപ്പോൾ വ്യാപിക്കാൻ തുടങ്ങും. നിങ്ങൾ ഈ പ്രഖ്യാപനം പ്രഖ്യാപിക്കുമ്പോൾ നിങ്ങൾ അറിയുന്നു യേശു എനിക്ക് വേണ്ടി സകലവും ചെയ്ത് കഴിഞ്ഞെന്നുള്ള പ്രഖ്യാപനമാണ് നിങ്ങൾ പ്രഖ്യാപിക്കുന്നത്. എല്ലാവരും ശക്തിയോടെ വേണം ഈ പ്രഖ്യാപനം പ്രഖ്യാപിക്കാൻ. എന്റെ രോഗം യേശുവിന്റെ ശരീരത്തിൽ യേശു വഹിച്ചതിനാൽ ഞാൻ രോഗിയാവുകയില്ല. ഒരിക്കലൂടെ പറഞ്ഞാട്ടെ. എന്റെ രോഗം യേശുവിന്റെ ശരീരത്തിൽ യേശു വഹിച്ചതിനാൽ ഞാൻ രോഗിയാവുകയില്ല. യേശുവിനെ ഉയർപ്പിച്ച ശക്തി എന്നിൽ വസിക്കുന്നതിനാൽ എന്നിൽ ജീവന്റെ സമൃദ്ധിയും ദിവ്യ ആരോഗ്യവുമുണ്ട്. ഇനി കടഭാരം അനുഭവിക്കുന്നവര്, ദാരിദ്ര്യം അനുഭവിക്കുന്നവര്, നിങ്ങൾ തൻ്റെ ഇടത്തോടെ വിളിച്ചു പറഞ്ഞാട്ടെ. ഈ അടുത്ത പ്രഖ്യാപനം നിങ്ങളുടെ കടഭാരമല്ല, ഇന്ന് യേശു സെറ്റിൽ ചെയ്യും. ഹല്ലേലൂയ. ദാരിദ്ര്യത്തിന്റെ ശാപം ശക്തിയോടെ പറഞ്ഞാട്ടെ. ദാരിദ്ര്യത്തിന്റെ ശാപം യേശു ചുമന്നതിനാൽ യേശു ക്രിസ്തുവിൽ ഞാൻ സമ്പന്നനായിരിക്കുന്നു. ദാരിദ്ര്യത്തിന്റെ ശാപം യേശു ചുമന്നതിനാൽ യേശു ക്രിസ്തുവിൽ ഞാൻ സമ്പന്നനായിരിക്കുന്നു. യേശുവിനാൽ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്തിന്റെയും അവകാശിയായി ഞാൻ തീർന്നിരിക്കുന്നു. യേശുവിനാൽ സ്വർഗത്തിലെ സകല അനുഗ്രഹങ്ങളുടെയും അവകാശിയായി ഞാൻ തീർന്നിരിക്കുന്നു. സൽപ്രവർത്തിക്കായി ഞാൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഭൂമിയുടെ അറ്റത്തോളം സുവിശേഷം അറിയിക്കുവാൻ യേശു എന്നെ നിയമിച്ചിരിക്കുന്നു. യേശു എന്നെ നിയമിച്ചിരിക്കുന്നു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും രോഗികളെ സൗഖ്യമാക്കുവാനും മരിച്ചവരെ ഉയർപ്പിക്കുവാനും അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കും വിവിധ വീര്യപ്രവൃത്തികൾക്കുമായി യേശു എന്നെ അധികാരപ്പെടുത്തിയിരിക്കുന്നു. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തുകയില്ല. എല്ലായിടത്തും എല്ലായ്പ്പോഴും യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ പൂർണ്ണ ജയാളിയായിരിക്കുന്നു. രണ്ട് കരങ്ങളും ചേർത്തടിച്ചുകൊണ്ട് സന്തോഷത്തോടെ യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരിക്കുന്നതിന് മുന്നമേ നിങ്ങൾ കൊണ്ടുവന്ന രോഗം അവിടെ ഉണ്ടോ നോക്ക്. നിങ്ങൾ കൊണ്ടുവന്ന രോഗം അവിടെ ഉണ്ടോ നോക്ക്. മുഴയുമായി വന്നിരിക്കുന്നവർ തപ്പി നോക്ക്. ആ മുഴ അവിടെ ഉണ്ടോ നോക്ക്. ഉണ്ടോ? വാ. ഇല്ല അല്ലേ? ഇല്ല. യേശുവേ, എത്ര നാളായിട്ടുണ്ടായിരുന്നു? 4 മാസം. എത്ര വലുപ്പം ഉണ്ടായിരുന്നു? 4 സെന്റിമീറ്റർ 5 ഇഞ്ച്. 4.5 ഇഞ്ച്. 4.5 mm. ഓ, എവിടായിരുന്നു അതുണ്ടായിരുന്നേ? പുറത്തോട്ട് തള്ളി നിൽക്കുകയായിരുന്നു.
എൻ്റെ യേശുവേ. 4.5 mm ഗ്രോത്ത് ഈ അമ്മയുടെ നെഞ്ചിൽ തള്ളി നിൽക്കുകയായിരുന്നു. ഇത് വേറെ ആർക്കെങ്കിലും അറിയാമോ? അറിയാം, വീട്ടിലുള്ള മോക്കറിയാം. എന്തിയെ മോളെന്തിയെ? ഇതാണ് മോള്. വരിക. അമ്മയ്ക്ക് നെഞ്ചിൽ ഈ മുഴയുള്ള കാര്യം അറിയാവോ? അതേ തൊട്ടിട്ടുണ്ടോ? ഉണ്ട് ഉണ്ട് ഉണ്ട്. ഇപ്പൊ തൊട്ട് നോക്കി അതുണ്ടോന്ന്? ഇല്ല ഇല്ല. കരമടിച്ച യേശുവിന് മഹത്വം കൊടുത്തേ. 4.5 mm ഉണ്ടായിരുന്ന ഗ്രോത്ത് അപ്രത്യക്ഷമായത് നിങ്ങളും ഞാനും കൈവച്ചിട്ടല്ല. എന്റെ രോഗം യേശുവിന്റെ ശരീരത്തിൽ യേശു വഹിച്ചതിനാൽ ഞാൻ രോഗിയാവുകയില്ല എന്ന് ഈ മകള് പറഞ്ഞപ്പോൾ അത് അപ്രത്യക്ഷമായി. കരമടിച്ച യേശുനാഥന് മഹത്വം കൊടുക്ക. അമ്മ അനേകരുടെ നടുവിൽ പോയി സാക്ഷിയായിക്കോ, ഓടിക്കോ. ഹല്ലേലൂയ. ചെക്ക് ചെയ്തോ. അനേക സാക്ഷ്യങ്ങൾ എഴുന്നേറ്റ് കഴിഞ്ഞു. ദൈവമക്കളെ, നിങ്ങൾ ഈ പലരും കൊണ്ടുവന്ന രോഗം അവിടെ ഇല്ല. കൈ ഉയർത്താൻ കഴിയാതെ വന്നിരിക്കുന്നവർ കരം ഉയർത്തുക. കൈ ഉയർത്താൻ കഴിയാതെ വന്നവർ കൈ ഉയർത്തുക. കുഴപ്പമില്ല. ഇപ്പൊ വന്നേ ചോദിക്കട്ടെ. യേശുനാഥ, ഹല്ലേലൂയ. എന്നാ അമ്മയുടെ പേര്? രതിക. കൈ ഉയർത്താൻ വയ്യായിരുന്നോ? ജോയിന്റ് അകർന്നിരിക്കുമായിരുന്നു. കൈ ഉയർത്താൻ പറ്റില്ലായിരുന്നു? ഇല്ല, ഇപ്പൊ കുഴപ്പമില്ല. കരമടിച്ച യേശുവിനെ. ജോയിന്റ് അകന്നിരിക്കുകയായിരുന്നു, കൈ ഉയർത്താൻ കഴിയുകയില്ലായിരുന്നു. ഇപ്പൊ കൈ ഉയർത്തിക്കേ. ഓ, കരമടിച്ച യേശുനാഥന്. ആരാ കൂടെ വന്നിട്ടുള്ളേ? ഹസ്ബൻഡ്. എന്തിയെ ചേട്ടൻ? ചേട്ടൻ ഇനി വന്നേ ചോദിക്കട്ടെ. യേശുവേ. ചേട്ടാ, ചേച്ചി പറയുന്നത് ശരിയാണോ? എത്ര നാളായിട്ട് കൈ പൊങ്ങുകയല്ലായിരുന്നു? വർഷങ്ങളായി. ഭാര്യ തന്നെ കൈ പൊക്കിക്കേ, ഒരു പ്രശ്നമില്ല. ഇല്ല. വർഷങ്ങളായിട്ട് ഉയരാത്ത കൈയാണ് ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുന്നത്. എന്റെ രോഗം യേശുവിന്റെ ശരീരത്തിൽ യേശു വഹിച്ചതിനാൽ ഞാൻ രോഗിയാവുകയില്ല. പറയൂ ധൈര്യമായിട്ട്. എന്റെ രോഗം യേശുവിന്റെ ശരീരത്തിൽ യേശു വഹിച്ചതിനാൽ ഞാൻ രോഗിയാവുകയില്ല. വിളിച്ചു പറയുക. ചെക്ക് ചെയ്യുക. ശരീരങ്ങളെ ചെക്ക് ചെയ്യുക. ദൈവമക്കളെ, ഇരിക്കുന്നതിന് മുമ്പേ നിങ്ങൾ കൊണ്ടുവന്ന രോഗം അവിടെ ഉണ്ടോന്ന് നോക്കുക. ചെക്ക് ചെയ്യുക. കുനിയാൻ കഴിയാത്തവര് ആ കസേരയുടെ ഇടയിൽ നിന്ന് ഇറങ്ങിയിട്ട് കുനിഞ്ഞു നോക്കുക. നട്ടലിന് പ്രയാസമായി വന്നവര് കുനിഞ്ഞു നോക്കുക. കാല് നിലത്ത് ചവിട്ടാൻ കഴിയാത്തവര് കാല് പറിച്ച് നിലത്ത് ചവിട്ടി നോക്കുക. എന്താണോ ചെയ്യാൻ കഴിയാത്തത് അത് ചെയ്തു നോക്കുക. യേശുവിന്റെ അടിപ്പിണരാലുള്ള സൗഖ്യം നിങ്ങളുടെ മേൽ വരുമെന്നല്ല, വന്നു കഴിഞ്ഞിരിക്കുന്നു. കരമടിച്ച യേശുനാഥന് മഹത്വം കൊടുത്തു. യേശുവേ. ഹല്ലേലൂയ. യേശു എന്നെ തൊട്ടു പുതുജീവൻ നൽകി, എന്നാത്മസ്നേഹിതനാ. മേഘാരൂഢനായി യേശു വരുന്നേ, ഞാനും അവനോടു കൂടെ. ചങ്കിലെ ചോരയ എന്നെ രക്ഷിച്ച എന്റെ പ്രിയൻ യേശുവേ. തിരുമാർവിലെ സ്നേഹം എന്നെ രക്ഷിച്ച എന്റെ പ്രിയൻ യേശുവേ. ഇന്ന് ലോകമെമ്പാടും ഞങ്ങൾ ടെലിവിഷനിലൂടെ വീക്ഷിക്കുന്നവരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. ദിവസവും രാവിലെ 6 മണിക്ക് ജയ് ഹിന്ദ് TV-യിലുള്ള ഈ ശുശ്രൂഷകൾ നിങ്ങൾക്ക് വലിയ പ്രയോജനമായി തീരുന്നു എന്ന് നിങ്ങളുടെ ഫോൺ കോളുകളിലൂടെ എല്ലാം ദിവസേന അറിയുന്നതിൽ വളരെ സന്തോഷിക്കുന്നു. ഓരോ ദിവസവും വചനവുമായിട്ട് നിങ്ങളുടെ വീട്ടിൽ ഓരോ പ്രഭാതത്തിലും വരുവാൻ, നിങ്ങളെ ശുശ്രൂഷിപ്പാൻ കർത്താവ് തരുന്ന ആരോഗ്യത്തിനായി, ദൈവകൃപയ്ക്കായി, എല്ലാറ്റിനായിട്ടും യേശുവിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാതത്തിലെ ഇന്നത്തെ കേൾവിയിലേക്ക് നമ്മൾ ഒരുമിച്ച് പോകുകയാണ്. പത്രോസ് ലേഖ എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 3-ാമത്തെ അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യവും 2-ാമത്തെ അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യവും നമ്മൾ വായിക്കുകയാണ്. പത്രോസ് ലേഖ എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ
മൂന്നാം അധ്യായത്തിന്റെ 18 വാക്യം ആദ്യം നമ്മൾ വായിക്കുകയാണ്. മൂന്നാം അധ്യായത്തിന്റെ 1 പത്രോസ് 3:18. ക്രിസ്തുവോ നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതികെട്ടവർക്ക് വേണ്ടി പാപം നിമിത്തം ഒരിക്കലായിട്ട് കഷ്ടം അനുഭവിച്ചു. ദൈവമോ ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന്. ഒന്ന് പറഞ്ഞേ, നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന്. എല്ലാ ദൈവമക്കളും ഈ പദം ഒന്ന് ചേർന്ന് പറയണം. എന്നിട്ട് നമ്മൾ അതിൻ്റെ അകത്തോട്ട് ഇറങ്ങുകയുള്ളൂ. ആദ്യം എന്നോട് ചേർന്ന് ഈ പദം ഒന്ന് പറയണം. എന്നിട്ട് നമ്മൾ ആ വചനത്തിനകത്തോട്ട് ഇറങ്ങുകയാണ്. ചേർന്ന് പറഞ്ഞാട്ടെ. ക്രിസ്തുവോ നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന്. ക്രിസ്തു ചെയ്ത ഏറ്റവും പ്രധാന ശുശ്രൂഷകളിൽ ഒരു ശുശ്രൂഷയായിരുന്നു ഇത്. നമ്മെ ദൈവത്തോട് അടുപ്പിക്കേ. ഒന്ന് പറഞ്ഞേ, നമ്മെ ദൈവത്തോട് അടുപ്പിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പുത്രൻ വന്ന് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ശുശ്രൂഷ കുരുടന്റെ കണ്ണ് തുറക്കുകയല്ല, ഊമന്റെ അധരം തുറക്കുകയല്ല, മരിച്ചവരെ ഉയർപ്പിക്കുകയല്ല. യേശു വന്ന് ചെയ്ത ഏറ്റവും വലിയ ശുശ്രൂഷ ഇതാണ്, നമ്മെ ദൈവത്തോട് അടുപ്പിച്ചു. കരമടിച്ചോ, യേശുവിന് മഹത്വം കൊടുത്തു. ഹല്ലേലൂയ. അങ്ങനെ എങ്ങനെയാ ദൈവത്തോട് നമ്മെ അടുപ്പിക്കുന്നേ? കാരണം ദൈവത്തോടുള്ള അകലച്ചയ്ക്ക് കാരണം നാം നീതികെട്ടവരാണ്. ഹല്ലേലൂയ. നീതികെട്ടവരാണ്, നീതിയില്ലാത്തവരാണ്, സ്വയനീതിയിൽ പുകഴുന്നവരാണ് എന്നതാണ് ദൈവത്തോട് നമുക്കുണ്ടായ അകലത്തിന് കാരണം. മറ്റൊരാശയത്തിൽ പറഞ്ഞാൽ, പാപം നിമിത്തം അകന്നുപോയ മാനവരാശിയെ അങ്ങനെ എങ്ങനെയാ അടുപ്പിക്കാൻ കഴിയുന്നേ? അതിന്റെ എക്സ്പ്ലനേഷൻ അടുത്ത വാക്ക് 1:18 വാക്യത്തിന് തന്നെ, 3-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിന് തന്നെ 2-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി കണ്ടോ അവിടെ 2 ചിത്രം നിങ്ങൾ കാണണം. 1 നീതിമാൻ, 2 നീതികെട്ടവർ. എന്നോട് ചേർന്ന് പറഞ്ഞേ, നീതിമാൻ, നീതികെട്ടവർ. ആദ്യം പറയുന്ന നീതിമാൻ യേശുവാണ്. രണ്ടാമത് പറയുന്ന നീതികെട്ടവർ നമ്മളായിരുന്നു. ഹല്ലേലൂയ. നീതിമാൻ ആയ യേശു നീതികെട്ടവർക്ക് വേണ്ടി. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ഒരു തരത്തിൽ ഇവർ തമ്മിൽ അടുക്കുകയില്ല. കാരണം നീതിമാനായ ദൈവം അല്ലെങ്കിൽ വിശുദ്ധനായ ദൈവം, നീതികെട്ട അശുദ്ധരായ മനുഷ്യർ, ഇവർക്ക് തമ്മിൽ ഒരു ബന്ധവുമില്ല. ഹല്ലേലൂയ. എപ്പോഴൊക്കെ ദൈവം എവിടെയൊക്കെ വരുമോ അവിടുന്ന് എല്ലാം മനുഷ്യൻ ഓടി ഒളിക്കും. കാരണം വിശുദ്ധനായ ദൈവത്തിന് മുമ്പിൽ അശുദ്ധനായ മനുഷ്യന് നിൽക്കാൻ കഴിയുകയില്ല. ഇങ്ങനെ ദൈവത്തിൻ്റെ വിശുദ്ധിയും മനുഷ്യൻ്റെ അശുദ്ധിയും തമ്മിൽ ഒരു വലിയ അകലം സൃഷ്ടിച്ച് ദൈവത്തോടുള്ള അകലമുണ്ടാക്കി ഒരു തരത്തിലും ദൈവത്തിൻ്റെ അടുക്കലേക്ക് അടുക്കുവാൻ അശുദ്ധനായ മനുഷ്യന് വിശുദ്ധനായ ദൈവത്തിൻ്റെ അടുക്കലേക്ക് അടുക്കുവാൻ യോഗ്യത ഇല്ലാതിരുന്നപ്പോഴാണ് നീതിമാൻ നീതികെട്ടവർക്ക് വേണ്ടി. ആ പദം ഒന്നുകൂടെ ഒന്ന് വായിച്ചോ. നീതിമാനായി നീതികെട്ടവർക്ക് വേണ്ടി പാപം നിമിത്തം ഒരിക്കലായിട്ട് കഷ്ടം അനുഭവിച്ചു. കരമടിച്ച് യേശുവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. നീതികെട്ടവർക്ക് വേണ്ടി ഒരിക്കലായിട്ട് യേശു കഷ്ടം അനുഭവിച്ചു. ഹല്ലേലൂയ. ഈ ലേഖനങ്ങളുടെ സ്വഭാവങ്ങളില്, ഈ ലേഖനങ്ങളുടെ ഭാഷാ പ്രയോഗങ്ങളിൽ എന്നെ ഏറ്റവും അതിശയിപ്പിച്ചിട്ടുള്ള ചില ഭാഷാ പ്രയോഗങ്ങളിൽ ഒരു ഭാഷാ പ്രയോഗം ഈ വാക്യത്തിലുണ്ട്. ആ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ. അതിന്റെ 3-ാം പദത്തിൽ അത് കിടപ്പുണ്ട്. നീതികെട്ടവർക്ക് വേണ്ടി പാപം നിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു. ഈ ഒരിക്കലായിട്ട് അല്ലെങ്കിൽ ഒരിക്കൽ എന്ന് പറയുന്ന ഈ പദം എന്നെ വളരെ ത്രസരിപ്പിച്ചിട്ടുള്ള ഒരു പദമാണ്. ഏറെ എൻ്റെ ചിന്തയ്ക്ക് ചന്തം കൂട്ടിയിട്ടുള്ള ഒരു പദമാണ് ഒരിക്കലായിട്ട്. ഒരിക്കൽ എന്നുള്ള ഈ പദത്തിൻ്റെ തുടർമാനമായ ആവർത്തനം. ഹല്ലേലൂയ. യേശു ഇവിടെ കൂടെ പാപനിമിത്തം മരിച്ചിട്ടില്ല. ഒന്നുകൂടെ നിങ്ങൾ ആ വാക്യം വായിച്ചോ. നീതിമാനായി നീതികെട്ടവർക്ക് വേണ്ടി പാപനിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു. ആ കഷ്ടം അനുഭവിക്കലിൽ മുഴുവൻ അനീതിയും അവിടുന്ന് മാറ്റിക്കഴിഞ്ഞു. ഇതാണ് സുവിശേഷം. യേശു ക്രൂശിൽ കഷ്ടം അനുഭവിച്ച് അനീതിയിൽ കിടന്ന മാനവരാശിയെ നീതിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ഇതാണ് സുവിശേഷം. കരമടിച്ച് സുവിശേഷത്തിനായിട്ട് ഒന്ന് യേശുവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ.
എന്നിട്ട് ഈ സുവിശേഷം ബാക്കിയുള്ള മാനവരാശിയെ വിളിക്കുകയാണ്. അയ്യോ മനുഷ്യരെ, ഇതറിയാതെ നിങ്ങൾ ഇന്നും അശുദ്ധരായി ജീവിക്കരുത്. കാരണം നിങ്ങളുടെ അശുദ്ധിയെ, നിങ്ങളുടെ അനീതിയെ ഒരിക്കലായിട്ട് അത് ഒന്നുകൂടെ തൊട്ടോ, അനീതിമാർക്ക് വേണ്ടി, നീതിമാന്മാർക്ക് വേണ്ടി, നീതികെട്ടവർക്ക് വേണ്ടി പാപനിമിത്തം അനുഭവിച്ചു, ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു. അടുത്തത്, ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും, ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിപ്പിക്കപ്പെടുകയും ചെയ്തു. ഒരിക്കൽ മരണശിക്ഷ അനുഭവിക്കുകയും ആത്മാവിൽ ജീവിപ്പിക്കപ്പെടുകയും ചെയ്തു. കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്തു. ഹല്ലേലൂയ. യേശു നീതികെട്ടവർക്ക് വേണ്ടി ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു, മരണം അനുഭവിച്ചു, അടുത്ത മരണശിക്ഷ അനുഭവിക്കുകയും ആത്മാവിൽ ജീവിപ്പിക്കപ്പെടുകയും ചെയ്തു. എന്തിന് യേശു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചു? എന്തിന് യേശു ജഡത്തിൽ മരണം ഏറ്റെടുത്തു? എന്തിന് യേശു ആത്മാവിൽ ജീവിപ്പിക്കപ്പെട്ടു? ഈ വാക്യം തുടങ്ങിയപ്പോഴേ അതിന്റെ ഉദ്ദേശം എഴുതിയിട്ടുണ്ട്. ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന്. കരമടിച്ച് യേശുവിന് മഹത്വം കൊടുക്കാം. നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന്. ഇവിടെ ചോദ്യം ഇതാണ്, ഇതെല്ലാം നടന്നിട്ടും നാം ദൈവത്തോട് അടുത്തോ എന്നുള്ളതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. ഇതിനു വേണ്ടിയാ യേശു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചത്, യേശു ജഡത്തിൽ മരണം അനുഭവിച്ചത്, കഷ്ടം അനുഭവിച്ചു, മരണം അനുഭവിച്ചു, ആത്മാവിൽ ജീവിപ്പിക്കപ്പെട്ടു. ഇത് മൂന്നും ചെയ്തത് നാം ദൈവത്തോട് അടുക്കേണ്ടതിനാ. മറ്റൊരാശയത്തിൽ പറഞ്ഞാൽ, യേശു ജഡത്തിൽ ഒരിക്കൽ കഷ്ടം അനുഭവിച്ച പിന്നെ, യേശു ജഡത്തിൽ ഒരിക്കൽ മരണം അനുഭവിച്ച പിന്നെ, യേശു ആത്മാവിൽ ഒരിക്കൽ ജീവിപ്പിക്കപ്പെട്ട പിന്നെ നിങ്ങളും ദൈവവുമായിട്ടുള്ള അന്തരം ഇനി അവശേഷിക്കുന്നില്ല. നിങ്ങൾക്ക് കർത്താവിന്റെ അടുക്കലേക്ക് വരുവാനുള്ള അവസരം ഇതിലൂടെ തുറക്കപ്പെട്ടിരിക്കുന്നു. സന്തോഷമുണ്ടെങ്കിൽ ആ അവസരത്തെ ഒന്ന് മുതലാക്കി കരമടിച്ച് ഒന്ന് യേശുവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് എന്നെ കേൾക്കുന്നവർ വിശ്വസിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന 3 കാര്യങ്ങൾ ഇതാണ്. ഒന്നാമത്തെ കാര്യം ഇതാണ്, ഒരിക്കൽ യേശു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചു. അത് വിശ്വസിക്കുന്നവരൊന്ന് കരം ഉയർത്തിക്കാട്ടെ. എൻ്റെ ജഡത്തിൽ ഞാൻ അനുഭവിക്കേണ്ടിയിരുന്ന കഷ്ടം യേശു തൻ്റെ ജഡത്തിൽ ഒരിക്കലായി അനുഭവിച്ചു. ഇനി ജഡത്തിൽ മരണശിക്ഷ യേശു ഏറ്റെടുത്തു. യേശു മരിക്കത്തക്ക ഒരു തെറ്റും ചെയ്തിട്ടില്ലായിരുന്നു, എന്നിട്ടും അവിടുന്ന് മരണശിക്ഷ ഏറ്റെടുത്തു. മൂന്നാമത്, യേശു ജീവിപ്പിക്കപ്പെട്ടു ആത്മാവിൽ. എന്തിനാണെന്നറിയോ? ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ എന്ന് പത്രോസ് പറയുന്നു. ആ ഉദ്ദേശം ഇതാണ്, നിങ്ങൾ ദൈവത്തിന്റെ അടുത്ത് ചെല്ലണം, നിങ്ങൾ പിതാവിന്റെ അടുക്കലേക്ക് ചെല്ലണം. ഓ ഹല്ലേലൂയ. ഇത് സംഭവിച്ചു എന്ന് വിശ്വസിക്കുന്നതാണ് നിങ്ങൾക്ക് പിതാവിന്റെ അടുക്കലേക്ക് അടുത്ത് ചെല്ലാനുള്ള തൻ്റെ ഇടം. ആ തൻ്റെ ഇടം പ്രാപിച്ചവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. എൻ്റെ ജഡത്തിലെ കഷ്ടം നിമിത്തം എനിക്ക് ഇവിടെ നിർത്തി പറഞ്ഞാലേ അത് മനസ്സിലാവുള്ളൂ. നിങ്ങളുടെ ഉള്ളത്തിൽ എഴുതണം, എൻ്റെ ജഡത്തിലെ പാപമാണ് എന്നെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുന്നതിന് വിരോധമായി ഒരു തടസ്സമായി നിന്നത്. എന്നാൽ എൻ്റെ ജഡത്തിൻ്റെ പാപത്തിന് വേണ്ടിയുള്ള ശിക്ഷ യേശു ഏറ്റെടുത്ത് കഴിഞ്ഞു എന്നറിയുമ്പോൾ ഞാൻ ഇനി ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ ഓടി ഒളിക്കത്തില്ല, മറഞ്ഞു നിൽക്കത്തില്ല, തൻ്റെ ഇടത്തോടെ കർത്താവിൻ്റെ അടുക്കിലേക്ക് അടുത്ത് ചെല്ലും. കാരണം എനിക്കറിയാം, ഈ മരണത്തിലൂടെ ഞാൻ അകന്നു കിടന്നവൻ ദൂരസ്ഥനായിരുന്ന ഞാൻ സമീപസ്ഥനായി യേശുവിന്റെ രക്തത്താൽ, ഓ കരമടിച്ച് ആ രക്തം ചെയ്ത വലിയ ക്രിയക്കായിട്ട് ഇന്ന് സന്ധിയെങ്കിൽ പരിധി കൂടാതെ കർത്താവിനെ സ്തുതിച്ചാട്ടെ ദൈവമക്കളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് പിതാവിന്റെ അടുക്കലേക്ക് നമ്മെ അടുപ്പിക്കാൻ പുത്രൻ വരേണ്ടി വന്നത്? അതാണ് സുവിശേഷത്തിന്റെ ഏറ്റവും വലിയ പ്രാധാന്യപ്പെട്ട മേഖല. പിതാവിന്റെ അടുക്കലേക്ക് നമ്മെ അടുപ്പിക്കുവാൻ എന്തുകൊണ്ടാണ് യേശു തമ്പുരാൻ വരേണ്ടി വന്നത്? അനീതിമാനെ നീതീകരിക്കാൻ നീതിമാന് മാത്രമേ കഴിയുള്ളൂ. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം, നീതികെട്ടവരെ നീതീകരിക്കാൻ നീതിമാന് മാത്രമേ കഴിയുള്ളൂ. അനീതി കൊണ്ട് അകന്നവരെ
നീതികേട് കൊണ്ട് അകന്നവരെ നീതിയിലൂടെ മാത്രമേ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതിനുവേണ്ടി യേശു നിങ്ങളുടെയും എന്റെയും നീതിയായി. കരമടിച്ച് യേശുവിന് മഹത്വം കൊടുത്തു. അതാ റോമർ 5:1 പറയുന്നത്, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം പ്രവേശനം ലഭിച്ചിരിക്കുന്നു. ഓ ഹല്ലേലൂയ! ഈ അടുപ്പം ലഭിച്ചവർ, പ്രവേശനം ലഭിച്ചവർ, സമാധാനം ലഭിച്ചവർ, ഈ കൃപയിൽ കയറിയവർ മടികൂടാതെ കർത്താവിനെ സ്തുതിക്കാൻ തുടങ്ങിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പുത്രനെ വിശ്വസിച്ചപ്പോൾ പുത്രൻ ഏറ്റത് മുഴുവൻ നിങ്ങൾ ഏറ്റതുപോലെ ആവുകയാണ്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രാധാന്യമായി എനിക്ക് നിങ്ങളെ എടുത്തു കാണിക്കുവാനുള്ളത്. പുത്രനെ നിങ്ങൾ എപ്പോൾ വിശ്വസിച്ചോ അപ്പോൾ പുത്രൻ സഹിച്ചത് മുഴുവൻ നിങ്ങൾ സഹിച്ചതായി കണക്കിടപ്പെടുകയാണ്. നിങ്ങൾ ജഡത്തിൽ കഷ്ടം അനുഭവിക്കണമായിരുന്നു, പുത്രൻ ജഡത്തിൽ കഷ്ടം അനുഭവിച്ചു. ഹല്ലേലൂയ. നിങ്ങൾ മരണപ്പെടണമായിരുന്നു, പുത്രൻ തന്റെ മരണത്താൽ നിങ്ങളുടെ മേലിരുന്ന എന്നേക്കുമായുള്ള മരണം മാറ്റി. എബ്രായ ലേഖനം 4 വചനം ഇങ്ങനെ പറയുന്നു, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകയാൽ അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി എന്നേക്കും മരണഭീതിയിലായിരുന്ന നമ്മെ വിടുവിക്കുകയും ചെയ്തു. ഹല്ലേലൂയ. എന്താ ഇന്ന് രാവിലെ ഈ ദിവസം ഞാനിത് നിങ്ങളോട് പറയുന്നതിന്റെ ഉദ്ദേശമെന്ന് അറിയാതിരിക്കരുത്. പുത്രന്റെ ക്രൂശിലെ മരണം കഴിഞ്ഞ പിന്നെ ദൈവവും നിങ്ങളുമായിട്ട് ഒരു പ്രശ്നവും ഇല്ല. അടുത്തിരിക്കുന്ന ആൾക്ക് കരം കൊടുത്ത് പറ, ദൈവം എന്ന് പറയുമ്പോൾ അകലരുത്, അടുത്ത് വാ, അടുത്ത് വാ. ഹല്ലേലൂയ. ഈ മരണം നടന്നിട്ടും ചങ്കിലെ ചോര ഊറ്റിക്കൊടുത്തിട്ടും ഇവിടെ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ നിങ്ങളൊന്ന് കേട്ടെ. ജഡത്തിൽ കഷ്ടം അനുഭവിച്ചിട്ടും, ഹല്ലേലൂയ, ഒന്ന് നോക്കിയ വാക്ക്, ജഡത്തിൽ കഷ്ടം അനുഭവിച്ചിട്ടും, ജഡത്തിൽ മരണം അനുഭവിച്ചിട്ടും, പാപം നിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ചിട്ടും, ജഡത്തിൽ മരണശിക്ഷ ഏറ്റിട്ടും, ആത്മാവിൽ ജീവിപ്പിക്കപ്പെടുകയും ചെയ്തിട്ടും ഇപ്പോഴും ഇതിന്റെ ബെനിഫിറ്റ് സ്വീകരിക്കേണ്ട ദൈവമക്കൾ ഇപ്പോഴും ദൈവമായിട്ടുള്ള ബന്ധത്തിൽ അടുത്ത് വരുന്നില്ലെങ്കിൽ ഇതുപോലെ ഒരു സങ്കടം ദൈവത്തിന് വേറൊന്നില്ല. ഇത് തന്നെയാണ് 2-ാം അധ്യായത്തിലും പറയുന്നത്. 2-ാം അധ്യായത്തിലേക്ക് എൻ്റെ കൂടെ ഒന്ന് വന്നേ. 2-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം നോക്കി. നാം പാപം സംബന്ധിച്ച് മരിച്ച്, കേട്ടോ, നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന്, നീതിമാന്മാരായി ജീവിക്കേണ്ടതിന്, പാപസംബന്ധമായി മരിച്ച് പാപിയാണ് എന്ന ചിന്തയിൽ നിന്ന് ഒഴിഞ്ഞ്, ഗിൽറ്റി സിൻ കോൺഷ്യസിൽ നിന്ന് ഒഴിഞ്ഞ് റൈച്ചസ് കോൺഷ്യസിൽ, നീതിബോധത്തിൽ ജീവിക്കേണ്ടതിന് യേശു എന്ത് ചെയ്തു? ജീവിക്കേണ്ടതിന് അവൻ യേശു തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. എന്തിനാ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് യേശു ക്രൂശിൽ കയറിയത്? അതിന് മേളിൽ ഒന്നുകൂടെ വായിച്ചു അപ്പം മനസ്സിലാകും. ഹല്ലേലൂയ. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന്, എന്നോടൊന്ന് പറഞ്ഞേ, പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന്, ഡെഡ് ടു സിൻ ആകേണ്ടതിന്, പാപത്തിന് മരിച്ചവനാകേണ്ടതിന്. പാപം മാടി വിളിക്കുമ്പോൾ ഇനി പാപത്തിന് പിന്തുടരാൻ കഴിയാത്ത ജീവിതത്തിൽ നിങ്ങൾ പ്രവേശിച്ചു യേശുവിനെ വിശ്വസിച്ചപ്പോൾ എന്നറിഞ്ഞ് ദൈവനീതിയിൽ സമ്പന്നരായ നിങ്ങൾ നീതിക്ക് വേണ്ടി വിശന്ന് ദാഹിച്ച് ദൈവനീതിയെ സ്വീകരിച്ച് ജീവിക്കേണ്ടതിന് യേശു ഒരിക്കലായി ക്രൂശിൽ മരിച്ചു. അപ്പൊ യേശുവിന്റെ ക്രൂശിലെ മരണം കഴിഞ്ഞകാല പാപത്തിന്റെ ക്ഷമ മാത്രമല്ല കേട്ടോ നടന്നത്. ഹല്ലേലൂയ. ഭാവി ഭൂത വർത്തമാന കാലങ്ങളിലെ ചെയ്തതും ചെയ്യാനിരിക്കുന്നതും ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ പാപങ്ങളുടെ മുഴുവൻ പരിഹാരവും ക്രൂശിൽ ഒരിക്കലായി യേശു വരുത്തി കഴിഞ്ഞു. നിങ്ങളുടെ കയ്യിൽ ഇന്നൊരു തെറ്റ് വരുമ്പോ യേശു ഒരു പ്രാവശ്യം കൂടെ ക്രൂശിൽ കയറാറില്ല. ഡിസംബർ മാസത്തിന്റെ 17-ാം തീയതി എൻ്റെ കയ്യിൽ വന്ന അപരാധത്തിന്റെ പേരിൽ ഒരിക്കൽ കൂടെ, അയ്യോ 17-ാം തീയതി അവനൊരു തെറ്റ് ചെയ്തല്ലോ എന്നാ പെട്ടെന്ന് പീലാത്തോസിനെ വിളിക്ക്, ഒന്നുകൂടെ ക്രൂശിക്കാൻ കൽപ്പിക്ക്, ഒന്നുകൂടെ കുരിശെടുത്ത് എൻ്റെ തോളി വെക്ക്, ഒന്നുകൂടെ എൻ്റെ കയ്യിൽ ആണിയടിക്ക്. ഇങ്ങനെ പറയേണ്ട ഗതികേട് എൻ്റെ ദൈവത്തിനില്ല. കാരണം യേശുവിൻ്റെ യാഗം ഒരിക്കലായി എന്നേക്കുമായുള്ള യാഗമാണ്. ഹല്ലേലൂയ. എബ്രായർ 10-ാം അധ്യായം വചനം ഇങ്ങനെ പറയുന്നു, ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് ഒരു കാലത്തേക്ക് സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു.
എന്നല്ല, സദാകാലത്തേക്കും. ആ പദം എന്നോട് ചേർന്ന് വായി തുറന്ന് പറഞ്ഞ്, സദാകാലത്തേക്കും. ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. അപ്പൊ ഇന്ന് 3 കാര്യം ദൈവം നമ്മൾ ഇന്ന് ആഗ്രഹിക്കുക. ഇത് നടന്ന് പിന്നെ ദൈവത്തോട് നമ്മൾ അടുക്കുന്നത് കാത്ത് പുത്രൻ തമ്പുരാൻ സ്വർഗത്തിൽ ഇരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിനോട് അടുക്കുന്നത് കാത്ത് ഈ സന്ദേശം പറയാൻ വേണ്ടി എന്നെ വിട്ടിരിക്കുന്നത് കേട്ടോ. ഹല്ലേലൂയ. നിങ്ങളും പിതാവുമായിട്ടുള്ള പ്രശ്നമെല്ലാം തീർന്നു കേട്ടോ. ഹല്ലേലൂയ. നിങ്ങളും പിതാവുമായിട്ടുള്ള പ്രശ്നമെല്ലാം തീർന്നു കേട്ടോ. പുത്രന്റെ രക്തത്താൽ പുത്രൻ ജഡത്തിൽ കഷ്ടം അനുഭവിച്ച് പുത്രൻ മരണത്തിന് വിധേയനായി പുത്രൻ ജീവിപ്പിക്കപ്പെട്ടപ്പോൾ നിങ്ങളുടെ സകല ശാപവും പാപവും ബന്ധനവും സകലവും ക്രൂശിൽ വഹിച്ചുകൊണ്ട് നിങ്ങൾക്ക് ദൈവവുമായി സമാധാനം കിട്ടി. ഇനി ദൈവം എന്ന് കേൾക്കുമ്പോൾ ഓടി ഒളിക്കല്ലേ, മാറോട് ചേർക്കാനാ അവൻ ഓടി വരുന്നേ, കീറിക്കളയാനല്ല അവൻ വരുന്നേ. പുത്രനെ കീറിയ പിന്നെ വേറെ ആരെയും കീറാൻ പിതാവിന് പറ്റുകയില്ല. ഓ, കരമടിച്ച് യേശുവേ നന്ദി എന്ന് പറഞ്ഞ് ആ രക്ഷയെ സ്വീകരിച്ച ദൈവമക്കളെ, അതിന് നന്ദി പറയാൻ തുടങ്ങിക്കേ, അതിന് നന്ദി പറയാൻ തുടങ്ങിക്കേ. ഇപ്പോൾ തന്നെ നിങ്ങളത് വ്യാപരിക്കട്ടെ. ഓ, നാം ദൈവത്തോട് അടുക്കേണ്ടതിന്, 3-ാം അധ്യായത്തിലെ വാക്യം ഒന്നുകൂടെ, നാം ദൈവത്തോട് അടുക്കേണ്ടതിന്. ഒന്ന് പറഞ്ഞേ, നാം ദൈവത്തോട് അടുക്കേണ്ടതിന്. ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, ഞാൻ ദൈവത്തോട് അടുക്കേണ്ടതിന്. ഒന്ന് പറഞ്ഞേ, ഞാൻ ദൈവത്തോട് അടുക്കേണ്ടതിന്. ഒന്നുകൂടെ ഒന്ന് വായിച്ചു പറഞ്ഞ വാക്ക്. ക്രിസ്തുവാണ് ഈ പരിപാടി ചെയ്തത്. നമ്മെ ദൈവത്തോട് അടുപ്പിച്ചു. പറ, നമ്മെ ദൈവത്തോട് അടുപ്പിച്ചു. ഓ, ഹല്ലേലൂയ. എന്താണ് ഈ അടുപ്പിക്കാൻ വേണ്ടി നിന്ന ഘടകം? പുത്രന്റെ രക്തം. ഈ പുതിയ വഴിയിലൂടെ നിങ്ങൾ എങ്ങനെയാ നടന്നത്? യേശു ദേഹമെന്ന തിരശീല ചീന്തി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതിയ വഴി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞു, യേശു തന്റെ ദേഹമെന്ന തിരശീല ചീന്തി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതിയ വഴി. അയ്യോ, ഇന്നുണ്ടല്ലോ, ഇതാ മാനവരാശിയോട് പറയാനുള്ള സുവിശേഷത്തിന്റെ സന്ദേശം. ദൈവവും നിങ്ങളുമായിട്ടുള്ള കെറുവെല്ലാം തീർന്നു, ദൈവവും നിങ്ങളുമായിട്ടുള്ള എല്ലാ പ്രശ്നവും തീർന്നു. നിങ്ങളെ കണ്ടാൽ മാറോട് ചേർക്കാൻ ദൈവം കാത്തിരിക്കുകയാണ്, നിങ്ങളെ അനുഗ്രഹിക്കാൻ ദൈവം കാത്തിരിക്കുകയാണ്, നിങ്ങളെ ശിക്ഷിക്കാനല്ല. പുത്രൻ തമ്പുരാന്റെ മരണം നടന്നേ പിന്നെ നിങ്ങളെ തപ്പി കണ്ടുപിടിച്ച് അനുഗ്രഹിക്കാൻ. ഓ, യേശുവിന്റെ നാമം ജയം, യേശുവിന്റെ നാമം ജയം. ഹല്ലേലൂയ. ഞാൻ ആ പദത്തെ ഒന്ന് വിശദീകരിക്കാം. പിതാവിങ്കലാണ് സകല വാഗ്ദത്തങ്ങളും ഉള്ളത്. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടിയ ഏറ്റവും ആദ്യത്തെ ചിന്ത. മോനെ, 2 പേര് ഇങ്ങോട്ടൊന്ന് വന്നേ, മോനോട് ഇങ്ങോട്ടൊന്ന് വന്നേ, ഞാൻ ഒന്ന് വിശദീകരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ 2-3 പേരെ നിർത്തി പറഞ്ഞാൽ കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ലോകത്തിൽ അകന്ന്, ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിച്ച സാധാരണ പാപിയായ ഒരു മനുഷ്യൻ. ഇത് പിതാവ് സകലവും അവന് വേണ്ടി ഒരുക്കി വെച്ച സാക്ഷാൽ പിതാവായ ദൈവം എന്നിരിക്കട്ടെ. ഹല്ലേലൂയ. പുത്രൻ തമ്പുരാൻ നടുവിൽ വന്ന് എന്താ ചെയ്തെന്നറിയാമോ? ഈ പാപിയുടെ പേർക്ക് ഇവനെ ലോകസ്ഥാപനത്തിന് മുമ്പേ യേശു ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു യേശു ക്രിസ്തുവിൽ എന്നുള്ളത് കൊണ്ട് തന്നെ ഈ പിതാവ് ഒരുക്കിയിരിക്കുന്ന നന്മയിലേക്ക് ഇവൻ വന്ന് ബന്ധപ്പെടണമെന്ന് യേശുവിന് ആഗ്രഹമുള്ളത് കൊണ്ട് യേശു വന്നിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? ശത്രുക്കളായിരുന്നവരെ, ദൈവത്തിൽ നിന്ന് അകന്നവരെ, ദൈവദൂഷിയായിരുന്ന ഇവനെ, ആ വാക്യം ഒന്നുകൂടെ ഒന്ന് വായിച്ചോ. ഈ ക്രിസ്തുവോ നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് യേശു എന്താ വന്ന് ചെയ്തെന്നറിയാമോ? ഇങ്ങോട്ട് ശ്രദ്ധിച്ചാട്ടെ നിങ്ങളത്. നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന്. അകന്ന് നിൽക്കുക. ഇവനെ അകറ്റി നിർത്തിയത് പാപമാണ്. യേശു വന്ന് ഇതിന്റെ നടുവിൽ മധ്യസ്ഥനായി നിന്നിട്ട് ഇവനെ പിതാവിന്റെ അടുക്കിലേക്ക് അടുപ്പിക്കേണ്ടതിന്. അപ്പൊ ഇവനെ അടുക്കാൻ ഇഷ്ടമില്ല. നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ? ഇവൻ അടുക്കാൻ ഇഷ്ടമില്ല. കാരണം പാപം നീരാളി ഹസ്തം പോലെ ഇവനെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. ഇവൻ അടുക്കാൻ ഇഷ്ടമില്ല. അതുകൊണ്ടാണ് അടുപ്പിച്ചു എന്ന പദം എഴുതിയിരിക്കുന്നത്. നിങ്ങൾ ആ പദം നോക്കി. ക്രിസ്തു വന്നിട്ട് എന്താ ചെയ്യുന്നറിയാമോ? ഇവനെ പിതാവിന്റെ അടുക്കലേക്ക് അടുപ്പിക്കേണ്ടതിന്. വായിച്ചോ വാക്ക്. ക്രിസ്തുവോ നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതികെട്ട ഇവന് വേണ്ടി പാപനിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു. ഇന്ന് കഷ്ടം അനുഭവിച്ച പിന്നെ ഈ വിശ്വസിക്കുന്ന പാപിയെ വിശ്വസിക്കുന്ന വിശ്വാസത്താൽ നീതിമാനാക്കിയിട്ട് വലിച്ചടുപ്പിച്ച് അപ്പന്റെ അവകാശത്തിലേക്ക് കൊടുക്കുകയാ.
കൊണ്ട കൊടുക്കുകയാ യേശു അന്ന് ചെയ്തത്. കരമടിച്ചത് യേശുവിന് മഹത്വം കൊടുത്തു. നിങ്ങൾ ലോസ്റ്റ് അല്ല, യു ആർ ഫൗണ്ടഡ് ബൈ ജീസസ്. നിങ്ങൾ യേശുവിനാൽ കാണപ്പെട്ടിരിക്കുന്നു. ഇന്നുണ്ടല്ലോ ഈ വേറൊന്നും ഇവൻ നോക്കേണ്ട ആവശ്യമില്ല. ഇവൻ വന്നിരിക്കുന്നിടത്ത് ഇവന്റെ പേരിലെല്ലാം എഴുതിയിട്ടിട്ടുണ്ട്. ഇവിടെ എല്ലാം ഉണ്ട്. കണ്ടാൽ തന്നെ അറിയാലോ, ഇവിടെ എല്ലാം ഉണ്ട്. ഇവനിൽ ഇല്ലാത്തതൊന്നുമില്ല. ഇവൻ ഇത് പിതാവായ ദൈവമാണെങ്കിൽ ഈ പിതാവിലെല്ലാം ഉണ്ട്. ഇനി കാണേണ്ടത് എന്നാണെന്നറിയോ? ഇനി കാണേണ്ടത് പഴയ ജീവിതമല്ല. എന്തെല്ലാം ഈ പിതാവിലുണ്ടോ അത് മുഴുവനിലേക്കാണ് എന്നെ വലിച്ചടുപ്പിച്ച് ബന്ധിപ്പിച്ചത്. ഹല്ലേലൂയ. അതാ വചനം പറയുന്നത്. ക്രിസ്തുവോ നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതികെട്ടവർക്ക് വേണ്ടി പാപനിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു. ജഡത്തിൽ മരണശിക്ഷയേറ്റു. ആത്മാവിൽ ജീവിപ്പിക്കപ്പെട്ടു. യേശു ഇവിടെ തകർന്നപ്പം യേശുവിന് സങ്കടമില്ലായിരുന്നു. കാരണം അവിടെ ഒരെണ്ണം അടുത്ത് കഴിഞ്ഞു. യേശു ഇവിടെ തകർന്നപ്പം യേശുവിന് വേദനയില്ലായിരുന്നു. കാരണം അവിടെ ഒരെണ്ണം അടുത്തത് യേശു കണ്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രൂശിൽ ആ കൈകളിൽ ആണി അടിക്കപ്പെടുമ്പോൾ ആണി അടിച്ചവനെ ശപിക്കുന്നില്ല ദൈവപുത്രൻ. വിലാപ്പുറം കുത്തിത്തുളച്ചവനെ തിരിഞ്ഞൊരു ശാപവാക്ക് പറയുന്നില്ല. കാരണം യേശുവിന് അറിയാമായിരുന്നു, മരണശിക്ഷ ഇവിടെ അനുഭവിക്കുമ്പം, ഞാൻ ഇവിടെ തകരുമ്പം എൻ്റെ മകൻ ഇവിടെ ഉയരുകയാ. ഓ, ഞാൻ ഇവിടെ തകരുമ്പോ എൻ്റെ മകൻ ഇവിടെ അടുക്കുകയാ. ഞാൻ പിതാവിൽ നിന്ന് അകലുമ്പോൾ എൻ്റെ പുത്രൻ പിതാവിൽ അടുക്കുകയാണ്. കരമടിച്ച് യേശുവേ നന്ദി എന്ന് പറഞ്ഞേ. ഹല്ലേലൂയ, യേശുവേ നന്ദി. ഇന്നുണ്ടല്ലോ ദൂരത്ത് നിന്ന് ദൈവത്തെ വിളിക്കേണ്ടവരല്ല കേട്ടോ നിങ്ങൾ. അപ്പാന്ന് വിളിച്ച് വീട്ടിനകത്തേക്ക് കയറി അവകാശം അനുഭവിക്കാൻ വിളിക്കപ്പെട്ട പ്രിയ മക്കളാ കേട്ടോ നിങ്ങൾ. യേശുവിൻ്റെ നാമം ജയം. ഞാനിത് പറയുമ്പോൾ തന്നെ എനിക്കറിയാൻ കഴിയുന്നു, ഈ അടുപ്പം വന്നേ പിന്നെ ഉണ്ടല്ലോ. ഓ ഹല്ലേലൂയ. ഈ അടുപ്പം വന്നേ പിന്നെ ഉണ്ടല്ലോ. പുത്രന്റെ രക്തത്താൽ ഈ അടുപ്പം വന്നേ പിന്നെ ഉണ്ടല്ലോ. നിങ്ങളെ കണ്ടാൽ ഈ പിതാവ് സ്നേഹം കൊണ്ട് വാരി പുണരാൻ തയ്യാറായിട്ട് നിൽക്കുക. ഇന്നവർ അനുഭവിക്കുന്നവർക്കായി സ്തോത്രം. ഇങ്ങനെ പറഞ്ഞ് ഞാൻ ഈ പ്രസംഗം അവസാനിപ്പിക്കാം. ഒരു വാക്ക് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. വാക്കിങ്ങനെയാണ്: അടുപ്പം വന്നറിഞ്ഞ് അടുപ്പത്തിൽ കിട്ടിയത് മുഴുവൻ അനുഭവിക്കുന്ന ജീവിതത്തിലേക്ക് സ്വാഗതം. ഈ എഴുന്നേറ്റ് നിൽക്കുന്നവരുടെ സമയമാണിത്. ദിസ് ഈസ് യുവർ റൈറ്റ് ടൈം. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് എവിടെയാ സൗഖ്യം വേണ്ടേ, അവിടേക്ക് നിങ്ങളുടെ കൈ തുറന്നു വെക്കുക. അവിടെ ഒന്നോ കൈ തുറന്നു വെക്കുക. കൈ തുറന്നു വെക്കുക. വിളിച്ചു പറയുക, യേശുവിന്റെ നാമത്തിൽ എന്റെ സൗഖ്യത്തെ ഞാൻ ഏറ്റെടുക്കുന്നു. I receive my healing. എന്റെ സൗഖ്യത്തെ ഞാൻ ഏറ്റെടുക്കുന്നു. വിളിച്ചു പറയുക, എന്റെ സൗഖ്യത്തെ ഞാൻ ഏറ്റെടുക്കുന്നു. I receive my healing in Jesus' name. I receive my healing in Jesus' name. ഓ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഓരോ മക്കളുടെ മേലും അത് വ്യാപരിക്കട്ടെ. ഓരോ മക്കളുടെ മേലും അത് വ്യാപരിക്കട്ടെ. ഓരോ മക്കളുടെ മേലും അത് വ്യാപരിക്കട്ടെ. അത്ഭുതകരമായി കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തലമുറകൾ ഉണ്ടാകട്ടെ. കഴുത്തിന്റെ പ്രയാസങ്ങൾ മാറിപ്പോട്ടെ. ഫൈബ്രോയിഡുകൾ അപ്രത്യക്ഷമാവട്ടെ. ഉദരത്തിലെ മുഴകൾ സൗഖ്യമാവട്ടെ. യേശുവിന്റെ നാമത്തിൽ ഉദരത്തിലെ മുഴകൾ സൗഖ്യമാവട്ടെ. അത്ഭുത ജീവൻ പകരപ്പെടട്ടെ. ഈ എഴുന്നേറ്റ് നിൽക്കുന്നവർ വിശ്വസിക്കുന്നു, അവരുടെ കണ്ണുകൾക്ക് കാഴ്ചയുണ്ടാകട്ടെ, ചെവികൾക്ക് കേൾവി ഉണ്ടാവട്ടെ. യേശുവിന്റെ ജീവൻ. ആ കളങ്കളം ഷർട്ടിട്ട് ആ ബ്രദറിനെ യേശു തൊടുന്നു പുറകില്. അദ്ദേഹത്തെ വിളിക്കൂ. യേശു എന്നെ തൊട്ടു. ഓടി വരിക ബ്രദറെ. ഓ ജീസസ്. എന്റെ ബ്രദറെ, നിങ്ങൾ അവിടെ നിന്നപ്പോ തന്നെ നിങ്ങളുടെ മേലേക്ക് കർത്താവിന്റെ ശക്തി വന്ന് അടിക്കുന്നത് ഞാൻ കണ്ടു. ഓ, എന്താ പേര്? ശങ്കര. യേശു നിന്നെ സൗഖ്യമാക്കുന്ന മകനെ. നോക്കൂ ശങ്കര, നിന്റെ കഴുത്തിൽ ഈ സ്പോട്ടിൽ യേശുവിന്റെ ശക്തി വന്ന് വീഴുന്ന ഞാൻ കാണുന്നു.
ശങ്കരൻ സൗഖ്യമാകുന്നു. ശങ്കരന്റെ ശരീരത്തിൽ നിന്ന് അത് അഴിഞ്ഞു പോകുന്നു. യേശുവിന്റെ നാമത്തിൽ വർഷങ്ങൾ പഴകിയ രോഗാത്മാവ ശങ്കരനെ വിട്ട് അഴിഞ്ഞു പോകുന്നു. ഓ, സൗഖ്യമാവട്ടെ. ശങ്കരന്റെ കഴുത്തിലേക്ക് യേശുവിന്റെ സ്പർശനം നടക്കും. കരമടിച്ച് യേശുനാഥന് മഹത്വം കൊടുത്തു. ശങ്കരനെ എഴുന്നേൽപ്പിച്ചു. ശങ്കര, എന്നാ ശങ്കര ഇവിടെ പ്രശ്നം? മുഴയാ? ശങ്കര, കർത്താവിന്റെ മഹത്വമാ മോനെ അടിച്ചേ. എപ്പോഴും അവന്റെ ബന്ധുവിഷയൊക്കെ അടിക്കുന്നു. ഒരു കസര ഇരുത്തിക്ക്, പിടിച്ചിരുത്തിക്ക്, ഒരു ചെയർ എടുത്തു കൊടുത്തേ. ആ മകൻ അത്ഭുതകരമായി സൗഖ്യമായിക്കൊണ്ടിരിക്കുന്നു. യേശുവിന്റെ നാമത്തില് ഓരോരുത്തരും നിൽക്കുന്ന ഇടങ്ങളിലേക്ക് അത് ആ സഹോദരി യേശു തൊടുന്നു. അവളെ വിളിച്ചേ, മകളെ ഇറങ്ങി വരിക, നീ ഇറങ്ങി വരിക. ബ്ലാക്ക് ഷോൾ ഇട്ട ആൾ ഇറങ്ങി വരിക. നിന്റെ ശരീരത്തിലേക്ക് ഒരു വലിയ ദൈവശക്തി വന്നടിക്കും. ശക്തി അടിക്കട്ടെ. സൗഖ്യമാവും. കരമടിച്ച് യേശുനാഥന് മഹത്വം കൊടുത്തു. ഈ മകളുടെ തൊണ്ടയുടെ വലത്തെ സൈഡില് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന കുമിള പോലെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന വലിയ കുമിള പോലെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഒരു മുഴയുണ്ട്. അതിപ്പോ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുക. അമ്മച്ചിമാർ മാറിയുന്നേ, അമ്മച്ചിമാർ കയറിയിരുന്നേ. സൗഖ്യം നടന്നുകൊണ്ടിരിക്കുക മകളുടെ മേൽ. സൗഖ്യമാവട്ടെ യേശുവിന്റെ നാമത്തിലെ മകൾ. യേശുവിന്റെ നാമത്തിലെ മകൾ സൗഖ്യമാവട്ടെ. ക്രൂശിൽ യേശു എടുത്ത ജയം. യേശുവിന്റെ നാമത്തില് ഈ സൈഡിൽ നിന്ന്, ലെഫ്റ്റ് സൈഡ്, ഇടത്തെ വശത്തുനിന്ന് ആ മുട യേശു എടുത്തോണ്ടിരിക്കുക. നിങ്ങൾ കണ്ടോണം ആ മകള് സൗഖ്യമാവുന്നു യേശുവിന്റെ നാമത്തിൽ. എഴുന്നേൽപ്പിച്ച അവളെ. എത്ര നാളായി ഇവിടെ ഇത് വന്നിട്ട്? 3 വർഷത്തോളം. ഇടത്തെ സൈഡാ അല്ലേ? ഇടത്തെ സൈഡ്. തപ്പിക്കാതെ അവിടെ ഉണ്ടോന്ന്? ഇല്ല. ശരിക്കും നോക്കാഞ്ഞിട്ടാ? തിരിഞ്ഞു തന്നെ ശരിക്കും നോക്കാഞ്ഞിട്ടാ? ഉണ്ട്. നോക്കി അതവിടെ ഉണ്ടോന്ന്? വേറെ ആർക്കെങ്കിലും അറിയാമായിരുന്നു ഇതുള്ള കാര്യം? ഭർത്താവിന് അറിയാം? ആള് വന്നിട്ടുണ്ടോ? എന്നാ അയാളുടെ പേര്? ജോൺസി സാർ വന്നാട്ടെ, ഓടി വന്നാട്ടെ. നിങ്ങളുടെ ഭാര്യയാണോ ഇത്? നിങ്ങൾക്കറിയോ ഇതുള്ള കാര്യം? ഉണ്ടായിരുന്നു. തൊട്ടിട്ടുണ്ടോ? അതല്ലേ? ഉണ്ട്. ഇപ്പൊ തൊട്ടേ ഇല്ല. കരമടിച്ച് യേശുനാഥനൊന്ന് മഹത്വം കൊടുത്ത്. മകളെ, ഒത്തിരി പേടിച്ചല്ലേ? ഇപ്പോഴും ഇവളുടെ മേൽ ദൈവശക്തി അടിച്ചോണ്ടിരിക്കുക. 14-ാമത്തെ വയസ്സ് മുതൽ ഇതിനെ പിന്തുടരുന്ന ഒരു ഭയമുണ്ട്. അതും കൂടെ ഇറങ്ങിപ്പോവുക. അതും കൂടെ അതിന്റെ കൂടെ ഇറങ്ങിപ്പോവുക. കരമടിച്ച് യേശുവിന് മഹത്വം കൊടുത്തോ. യേശുവേ എന്ന് വിളിച്ചോ. യേശുനാഥ എന്ന് വിളിച്ചോ. ഈ സഹോദരിയുടെ മേൽ യേശുവിന്റെ ഓടി ഇറങ്ങി വരിക. മകളെ, ഓടി ഇറങ്ങി വരിക. അവിടെ നിൽക്കുക. കയറി നിൽക്കുക. ഈ സമയത്ത് നിന്റെ ഓരോ അസ്ഥിയോട് ചേരുന്ന ഇടത്ത് നിനക്ക് ബലഹീനതയാ. ഓരോ ജോയിന്റുകളിലും നിനക്ക് ബലഹീനതയാ. ഓരോ അസ്ഥിയോട് ചേരുന്ന ഇടത്തും സൂചി കുത്തി ഇറക്കുന്ന പോലെ അതികഠിനമായ വേദനയാ നിനക്ക്. ഇതാ യേശുവിന്റെ നാമത്തിൽ അഴിയുക. Get out. വിട്ടുപോവുക.
വിട്ടുപോ. ഇവൾ യേശുവിൽ ഇന്ന് പകൽ സ്വതന്ത്രയാണ്. അടിച്ചു കയറുന്നു, ദൈവശക്തി അടിച്ചു കയറുന്നു, മഹത്വം അടിക്കുന്നു. സൗഖ്യമാകുന്നു. നിങ്ങളത് കണ്ടേ, ഈ മകളെ സൗഖ്യമാകുന്നു കണ്ടേ. ഇവളുടെ ഓരോ അസ്ഥിയിൽ നിന്നും കർത്താവിന്റെ ശക്തി അടിച്ചിട്ട് രോഗാത്മാക്കൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇവളുടെ ഫുൾ ബോഡി യേശുവിന്റെ ട്രീറ്റ്മെന്റിന്റെ കീഴിലാകുന്നു. ഇപ്പോൾ സൗഖ്യമാവട്ടെ, സൗഖ്യമാവട്ടെ, സൗഖ്യമാവട്ടെ. നിങ്ങൾ കണ്ടോളൂ, അത് അഴിഞ്ഞു പോവുകയാണ്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല നരകയാചനകളെയും ചവിട്ടുവാനും ഭൂതങ്ങളെ പുറത്താക്കാനും രോഗികളെ സൗഖ്യമാക്കാനും യേശു തന്ന അധികാരത്തിൽ നിന്നുകൊണ്ട് കൽപ്പിക്കുന്നു. ഇറങ്ങ, വിട്ടുവെക്കാം. ഈ ഫുൾ ബോഡി ഇപ്പോൾ ഫ്രീ ആവട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ആമേൻ. എത്ര വർഷമായി ഈ അസ്വസ്ഥത ആരംഭിച്ചിട്ട്? കുനിയുമ്പോ നടു ഉളുക്കി ഉളുക്കി പിടിക്കും. നടുവിനല്ല, ഫുൾ ജോയിന്റ്സിനുണ്ട്. കാലിനും എല്ലാം പ്രശ്നം. ഫുൾ ജോയിന്റ്സിനുണ്ട് അല്ലേ? നോക്കുക, ഇപ്പൊ അതവിടെ ഉണ്ടോ നോക്ക്. ഓ മൈ ജീസസ്, ഉണ്ടോ അവിടെ? അത് ഇല്ല, ഇല്ല. യേശുവിന് നന്ദി പറഞ്ഞാട്ടെ. എത്ര വർഷമായി കാണും? 3-4 വർഷത്തിൽ കൂടെ. കേട്ടില്ല. എപ്പോഴും സൂചി കുത്തുന്നമ്മ, കാലില് സൂചി കുത്തുന്നു. ഞാൻ കണ്ട സൂചി. ആരാ ഇത്? മോളാ? മകന്റെ ഭാര്യ. മകന്റെ ഭാര്യ മോള് തന്നെയാ. യേശുവേ നന്ദി. സൂചി കുത്തി ഓരോ ജോയിന്റ്സിലും കുത്തി ഇറക്കുക. നിന്റെ ആയുസിൽ ഇനി നിനക്കത് ഉണ്ടാവുകയില്ല. സമാധാനത്തോടെ പോകാം. യേശു നിന്നെ വിടുവിച്ചിരിക്കുന്നു. ഈ മകൾക്കായിട്ടൊന്ന് കരമടിച്ച് യേശുവിന് മഹത്വം കൊടുത്താട്ടെ. സന്തോഷത്തോടെ പോകാം. അതുകൊണ്ട് ഈ അമ്മ യേശു സൗഖ്യമാക്കുന്നു. അതിനെ വിളിച്ചേ, ആ വട്ടം തുണിയിട്ട് കെട്ടിയിരിക്കുന്ന ആളെ വിളിച്ചേ. മകളെ, യേശു നിന്നെ സൗഖ്യമാക്കും. ഓ, കർത്താവിന്റെ ശക്തി. Touch of Jesus. ഇറങ്ങിപ്പോവുക, ഇറങ്ങിപ്പോവുക, ഇറങ്ങിപ്പോവുക. ഒരു കസേര ഇരുത്തിക്കൊണ്ട് കൈ നിൽക്കത്തില്ല. സൗഖ്യവും ജീവനും സ്വീകരിക്കട്ടെ. അവളുടെ തൊണ്ടയിൽ നിന്ന് യേശു എടുക്കുന്ന ഒരു ഗോയിറ്ററിനെ പൊക്കി എടുക്കുന്നു. വലിച്ചു പറിച്ച് യേശു കളയുന്നു ആ ഗോയിറ്ററിനെ. കരമടിച്ച് യേശുവിന് മഹത്വം കൊടുത്തോ. യേശു അവളെ തൊട്ട് വലിയ സൗഖ്യമാണ്. അച്ചായ ഇങ്ങോട്ട് വന്നേ. അച്ചായ ഇങ്ങോട്ട് തിരിഞ്ഞു വന്നേ. അച്ഛൻ ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് കാണാൻ കഴിയുന്നു. ഞാൻ വരയ്ക്കുന്ന വര കണ്ടോടെ. ഇങ്ങനെ ഈ പാന്റിന്റെ നമ്മൾ ഈ ബെൽറ്റ് ഇടത്തില്ല, ഇവിടെ നിങ്ങനെ ഈ സ്പോട്ടിലേക്ക്, എന്നിട്ട് ഇവിടുന്ന് താഴേക്ക്, ഇവിടെ ഈ സൈഡില് ഈ സ്പോട്ടില്. വേദന എന്ന് പറഞ്ഞ ചില നേരത്തെ ജീവൻ പോകും അല്ലേ? നല്ല വേദന. എത്ര വർഷമായി? ഇടയ്ക്കിടയ്ക്ക് വരത്തുള്ളൂ. വർഷങ്ങൾ. വർഷമുണ്ട്. ഇത് 10-20 വർഷം കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വരത്തുള്ളൂ. 13 വർഷം മാറി വന്ന് നിൽക്കുക. ഇനി അത് വേണ്ട കേട്ടോ. ഓ, സൗഖ്യമാവട്ടെ. ഓ, ഈ മകന്റെ മേൽ ദൈവശക്തി അടിക്കുന്നു. കർത്താവിന്റെ മഹത്വം ഈ ശരീരത്തിലേക്ക് അടിക്കുന്നു. സൗഖ്യമാവട്ടെ. ഒരുപാട് പേര് ഇന്ന് സൗഖ്യമാകുന്നു കേട്ടോ. ചേച്ചി ഇഞ്ഞു വന്നേ. ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പൊ ഉണ്ടോ തപ്പിക്കേ? ഇല്ല, അവിടെ എനിക്ക് ശരിക്കും നോക്കിയോ? തൊണ്ട സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. അവിടെ നിന്ന് തിരിച്ചു വന്നിട്ട് വീണ്ടും പോയി ഡോക്ടറെ കണ്ട് 3 ഡോക്ടർമാരുടെ ചികിത്സയിൽ മാറി ഇരുന്നതായിപ്പം.
ഇരിക്കുകയായിരുന്നു അല്ലേ? അതിപ്പോ അവിടെ ഇരിപ്പുണ്ടോ? ഇല്ല ഇല്ല നല്ലതായിട്ട് നോക്കാതെയാ പറഞ്ഞ, അതുകൊണ്ടാ. ഇല്ല ശരിക്കും നോക്കിക്കോ, ഉണ്ട്. ഇല്ല 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 പോയി. അങ്ങനെ പറയല്ലേ പ്ലീസ്. യേശു എടുത്തു മാറ്റി. തോന്നിയതാ അല്ല. ഇതിപ്പോ വലിയ പ്രശ്നമായല്ലോ, ഞാൻ പ്രതിയായല്ലോ. കരമടിച്ചോ യേശുനാഥനെ മാത്രം. പ്രൈസ് ദ ലോർഡ്. ഓ എന്റെ സഹോദരങ്ങളെ, ഒന്നാമത്തെ ദിവസം ഇവിടെ സൗഖ്യമായ മകനായത്. എന്നായിരുന്നു പേര്? രാജീവ്. രാജീവിന്റെ സാക്ഷി ഒന്ന് കേട്ടേ പോകാവുള്ളേ. ഹല്ലേലൂയ. ആ ബ്രദർ വിളിച്ചോണ്ട് വന്ന ബ്രദറിന്റെ ഫ്രണ്ടാ അല്ലേ? അടുത്തുള്ള ആളാ. ഓ ജീസസ്. രാജീവിനെ യേശു തൊട്ടു. ഹല്ലേലൂയ. നിങ്ങൾ ഇന്ന് പോകുന്നതിന് മുമ്പ് രാജീവിന്റെ സാക്ഷി ഒന്ന് കേട്ടേ പോകാവുള്ളൂ. യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ. ഫസ്റ്റ് ഡേയിൽ നമ്മൾ ഇവിടെ കണ്ടതാണ് വളഞ്ഞിരുന്ന നട്ടല്. ആക്സിഡന്റ് സംഭവിച്ചിട്ടായിരുന്നു. അത് മുകളിൽ നിന്ന് വീണ് ഡിസ്ക് മൊത്തം വിട്ട് നിന്നത്. അത് അന്ന് വന്ന് ഞാൻ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പൂർണ്ണമായിട്ട് മാറി. ഓ ഹല്ലേലൂയ. മേളിൽ നിന്ന് വീണ് എത്ര അടി പോയ പൊക്കത്തിൽ നിന്ന്? തട്ട് പൊളിച്ചോണ്ടിരുന്നപ്പോ വീണതാ. തട്ടൊടിഞ്ഞു വീണതാ. ഓ മൈ ഗാഡ്. നമ്മൾ കണ്ടതാണ് ആ കാഴ്ച. ഒന്നാമത്തെ ദിവസം വന്നിട്ടുണ്ടായിരുന്നവരൊന്ന് കരമുയർത്തി. സാറ് കണ്ടതാ അല്ലേ അത്? യെസ്, അവര് കണ്ടതാ. അത് ചൂട് വന്നടിച്ച് ആ നട്ടല് നിവർത്തുന്ന ക്രിയ. യേശുവേ നന്ദി. ട്രെയിൻ റൂം ഉണ്ടായിരുന്നതും പറഞ്ഞു. കരമടിച്ച് യേശുനാഥന് മഹത്വം കൊടുക്കാം. യേശു ജീവിക്കുന്നു. നിങ്ങളുടെ സൗഖ്യങ്ങളെ സ്വീകരിച്ചാട്ടെ. അതെ, ആ പുറകെ നിൽക്കുന്നവരുടെ അടുക്കലേക്ക് കർത്താവിന്റെ സൗഖ്യത്തിന്റെ ശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. ആ പുറകു ഭാഗത്തേക്ക് യേശുവിന്റെ ശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. നാമം വിളി. അതെ, അവിടെ ഇരിക്കുന്ന ആ ടീഷർട്ടിന്റെ അച്ചായനെ കണ്ടോ? കണ്ണാടിയൊക്കെ തൂക്കിയിട്ട് അച്ചായനെ. അങ്ങനെ ഇവിടെ പറയുന്നതിന് കുഴപ്പമില്ലല്ലോ അല്ലേ? അച്ചായ, നിങ്ങളുടെ ഈ വയറിന്റെ ആ വാച്ച് കെട്ടിയ കൈ കൊണ്ട് ആ സൈഡിലൊന്ന് തൊട്ടേ. വാച്ച് കെട്ടിയ കൈ ഏതാ അച്ചായ? ചൂടെ താഴെ, ചൂടെ മേളില്. അവിടെ അച്ചായ, അവിടെ ഇപ്പൊ ആ കൈ വെച്ചിരിക്കുന്നിടത്ത് നിങ്ങൾക്ക് പ്രശ്നമുണ്ട്. യേശുനാഥൻ അത് തൊടുന്നു. യേശുനാഥൻ അതിനെ എടുക്കുന്നു. അച്ചാൻ ഏതാ എന്താണെന്നൊന്നും എനിക്ക് അറിയത്തില്ല, എനിക്ക് അറിയുകയും വേണ്ട. പക്ഷെ അച്ചാനെ യേശു സൗഖ്യമാക്കുന്നു. അച്ചാന്റെ മേൽ കർത്താവിന്റെ ശക്തി അടി. ബോംബ്രർ എന്തിയാ ഓടിച്ചെന്നാട്ടെ, പെട്ടെന്ന് ഓടിച്ചെന്നാട്ടെ. ആ മകന്റെ മേൽ കർത്താവിന്റെ ശക്തി അടിച്ചുകൊണ്ടിരിക്കുന്നു. യേശുവേ എന്ന് വിളിക്കുക. എല്ലാരും കൂടി അച്ചാന് വേണ്ടി ഒന്ന് സ്തോത്രം ചെയ്തേ. ശക്തി ഇറങ്ങട്ടെ. ആ മകൻ ഇപ്പോൾ സൗഖ്യം സ്വീകരിക്കട്ടെ. നിത്യജീവനിലേക്ക് ആ മകൻ നടത്തപ്പെടട്ടെ. പരിശുദ്ധ ആത്മാവേ, അവിടുന്ന് നിത്യജീവനിലേക്ക് ആ മകൻ നടത്തപ്പെടട്ടെ. നിത്യ സൗഖ്യത്തിലേക്ക് ആ മകൻ നടത്തപ്പെടട്ടെ. ആത്മാവിന് രക്ഷയും ശരീരത്തിന് സൗഖ്യവും ഒരുപോലെ തന്നെ ഇപ്പോൾ തന്നെ സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ആ ഒരു വശം മുഴുവൻ കർത്താവിന്റെ മഹത്വം കൊണ്ട് നിറയട്ടെ. ഇപ്പോൾ തന്നെ സൗഖ്യമാവട്ടെ യേശുവിന്റെ നാമത്തിൽ. ആ പുറകിൽ ആ സഹോദരിയെ കർത്താവ് തൊടുന്നു. ഒരു ലേഡീസ് വോളണ്ടിയർ ഓടി അങ്ങോട്ട് ചെല്ലുക. അവളുടെ മേൽ ദൈവശക്തി അടിച്ചുകൊണ്ടിരിക്കുന്നു. നിരാശ ഇറങ്ങിപ്പോകുന്നു അവളുടെ ശരീരം. ഓഫ്, പിടിച്ചോണം തലയടിച്ച് വീഴുന്നു. പിടിച്ചോ. നിങ്ങൾ അങ്ങോട്ട് നോക്കിക്കോ. അവളെ രക്ഷപ്പെടുക ഇന്ന്. അവളുടെ വീടിന്ന് സ്വതന്ത്രമാവുക. ചങ്കിലെ ചോര കൊണ്ട് യേശു അവളെ വിടുവിച്ചതാ. ഇന്ന് പിതാവിന്റെ അടുക്കലേക്ക് അടുത്തു വന്ന പുത്രി അവൾ എന്തൊക്കെയോ കൊണ്ടുപോകുന്നു. അപ്പന്റെ അടുക്കൽ യേശുവിന്റെ നാമത്തില് ആ മകളെ യേശു അവിടെ തൊട്ടുകൊണ്ടിരിക്കുന്നു. അവളുടെ മേലെ കർത്താവിന്റെ ശക്തി അടിക്കുന്നു. യേശുവേ നന്ദി. കരമടിച്ചോന്ന് യേശുവിന്റെ മഹത്വം കൊടുത്തേ. പല ശരീരങ്ങളിലേക്കും ആ ദിവ്യ ശക്തി വ്യാപരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഓ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ചെസ്റ്റിന്റെ ബ്ലോക്കുകൾ
തുറക്കുന്നു. ചെസ്റ്റ് ബ്ലോക്കുകളായിട്ട് ഇന്നിവിടെ വന്നിരിക്കുന്നവര് സൗഖ്യമാവുക. ഓ പിടിച്ചോ, ദൈവശക്തി അവിടെ മേലെ അടിക്കുന്നു. ഞാൻ എഴുന്നേറ്റ് നിൽക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ മകളെ യേശു സൗഖ്യമാക്കുന്നു. വിളിച്ചോ, യേശുവിന്റെ നാമം വിളിച്ചോ. ഇത് നിന്റെ അത്ഭുതത്തിന്റെ സമയം. ഏറ്റവും പുറകിൽ ആ കണ്ണാടി വെച്ച ബ്രദറിന്റെ ആ ഭാഗത്ത് യേശുവിന്റെ ശക്തി ഇറങ്ങുന്നുണ്ട്. അവിടേക്ക് കർത്താവിന്റെ ശക്തി പുറപ്പെടുന്നുണ്ട്. അവിടെ നിൽക്കുന്ന മക്കളെ യേശു എന്ന് വിളിച്ചോ. ഇത് നിങ്ങളുടെ അത്ഭുതത്തിന്റെ സമയമാണ്. യേശുവിന്റെ നാമത്തില് ആ ബോക്സിന് മുമ്പിൽ നിൽക്കുന്ന ആ മകനെ യേശു തൊടുന്നുണ്ട്. യെസ് യെസ് യെസ്. ബിജു ബ്രദറെ ഓടിച്ചെല്ലുക. അഴിഞ്ഞിപ്പോ താഴെ വീഴുക ആ രോഗം. പൊട്ടുന്നു അത്, പൊട്ടുന്നു അത്. നിങ്ങൾ കണ്ടേ, വർഷങ്ങളായിട്ട് അവന്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച ദുരാത്മാവ് ഇറങ്ങുന്നു ഇറങ്ങുന്നു ഇറങ്ങുന്നു. കരമടിച്ച് ഓ ആ മകളെ സൗഖ്യമാവും. ആ കുടുംബം മുഴുവൻ സൗഖ്യമാവും. പലരുടെ മേലും ദൈവശക്തി ആവുകയും ആ റെഡ് ഷർട്ടിട്ട് ആ മകനെ യേശു തൊടുന്നു. റോസ് ആ മകന്റെ മേൽ കർത്താവിന്റെ മഹത്വം ഇറങ്ങുന്നുണ്ട്. ഇപ്പം മാനസിക വിഭ്രാന്തി സംഭവിച്ച് ആരെ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളേ? ഭ്രാന്ത് പിടിച്ച് ആരെ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളേ? ഭ്രാന്ത് ഹലോ, മാനസിക വിഭ്രാന്തിക്ക് മരുന്ന് കഴിക്കുന്ന ആരാ ഇവിടെ വന്നിട്ടുള്ളേ? മാനസിക രോഗത്തിന് മരുന്ന് കഴിക്കുന്ന ആരാ ഇവിടെ വന്നിട്ടുള്ളേ? ഇത് കഴിയുമ്പോൾ എൻ്റെ അടുത്ത് വന്ന് പറയും, ബ്രദറെ ഞാനായിരുന്നു ആ വ്യക്തി, ഞാൻ പ്രാർത്ഥിക്കത്തില്ല. ഇപ്പൊ പറഞ്ഞു, ഇപ്പൊ അതിന്റെ റൈറ്റ് ടൈമാ. ഡിപ്രഷന്റെ, മാനസിക വിഭ്രാന്തിയുടെ മരുന്ന് കഴിക്കുന്ന മകൻ ആരാണ്? ആ വ്യക്തി യേശു സൗഖ്യമാക്കുന്നു. ഇതാകുന്നു ആ സൗഖ്യത്തിന്റെ അത്ഭുതത്തിന്റെ സമയം. ഓ ബ്രദറെ, ആ വ്യക്തിയുടെ മേൽ കർത്താവിന്റെ ശക്തി അടിച്ചുകൊണ്ടിരിക്കുക. അവന്റെ നെഞ്ചത്തോട്ട് കരം വെച്ചോ. അവൻ രക്ഷപ്പെടുകയാണ് യേശുവിന്റെ നാമത്തില്. ഓ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. എഴുന്നേറ്റ് നിൽക്കുന്ന ഓരോ മക്കളും ഇപ്പൊ സൗഖ്യമായേ പറ്റൂ. ചങ്കിലെ ചോര കൊണ്ട് ഇവരുടെ ശാപവും രോഗവും എല്ലാം അവിടുന്ന് പരിഹരിച്ചതാ. ഇനി ഒന്നിനും അവരെ ബന്ധിക്കുവാൻ അധികാരമില്ല. അവര് സകലത്തിന് മേലും അധികാരികളാകിയാൽ ഇപ്പോൾ തന്നെ ആ അധികാരത്തിന്റെ മഹത്വം ശരീരങ്ങളിൽ വ്യാപരിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ. ആൾക്കാരൊന്ന് എഴുന്നേറ്റെ. താങ്ക് യു. ഇവർക്കായിട്ടൊന്ന് സ്തോത്രം ചെയ്തേ. നമ്മളാരും പേ ചെയ്തിട്ട് നിർബന്ധിച്ചിട്ടോ ഒന്നും അല്ല ഇവരിത് ചെയ്യുന്നത് കേട്ടോ. ₹1 പോലും ഇതിനു വേണ്ടി അവർക്ക് കൊടുത്തിട്ടില്ല. അവർ സ്വമനസാല ഇന്നലെ വന്ന് ചോദിച്ചതാണ്, ബ്രദറെ നമ്മുടെ മീറ്റിങ്ങിന് വരുന്നവർക്ക് ഒരു സ്നാക്സ് കൊടുക്കണമെന്ന്. ആ നല്ല ആഗ്രഹത്തിനായിട്ടൊന്ന് സ്തോത്രം ചെയ്തേ. ആദിത്യ എന്താ അതിന്റെ പേര്? അവിട്ടം കാറ്ററിംഗ്. താങ്ക് യു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഇന്നവരെ അങ്ങ് തുറക്കുക. ഓ യേശുവിന്റെ നാമത്തിൽ മതിയെന്ന് പറയും. ഓ ദൈവശക്തി മകളുടെ മേൽ അടിക്കുന്നു. ആത്മാവേ
ആ വലിയ കൃപ ഈ വീട്ടിലേക്ക് ഇറങ്ങട്ടെ. നിന്റെ മക്കൾ അങ്ങയുടെ വേലയ്ക്ക് വേണ്ടി വിതച്ചതാണ്, അങ്ങയുടെ നാമത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്തതാണ്. അത് കണക്കിട്ടേ പറ്റൂ, അത് കണക്കിട്ടെ. ഓ, ശക്തി, നിറവ്, അഭിഷേകത്തിന്റെ വർധനവ് ഈ കുഞ്ഞുങ്ങളുടെ മേൽ ഇറങ്ങട്ടെ. നിന്റെ മക്കൾ കൈവെക്കുന്ന എല്ലാത്തിലും അനുഗ്രഹം പ്രാപിക്കട്ടെ. ഓ ജീസസ്. ഫ്ലൈറ്റ് കാറ്ററിംഗ് വരെ ഇവർ ചെയ്യട്ടെ. ഫ്ലൈറ്റിലുള്ള ഫുഡ് വരെ ഇവർ കാറ്ററിംഗ് ചെയ്യട്ടെ. യേശുവിന്റെ നാമത്തിൽ ഫ്ലൈറ്റ് കാറ്ററിംഗ് വരെ ഇവർ ചെയ്യട്ടെ. ഇന്ത്യയിൽ ആർക്കും ചെയ്യാൻ കഴിയാത്ത ഓർഡറുകൾ ഇവരെ യേശുവിന്റെ നാമത്തിൽ ചെയ്യട്ടെ. അതിനുവേണ്ടിയുള്ള എല്ലാ ഓപ്പണിങ്ങുകളും ഇന്ന് അവർക്ക് ഉണ്ടാകട്ടെ യേശുവിന്റെ നാമത്തിൽ. കർത്താവ് തുറന്നു കഴിഞ്ഞതിനായിട്ട് സ്തോത്രം ചെയ്താട്ടെ.